സ്വാഗതം പ്രിയപ്പെട്ടവരെ. ഈ ജൂൺ 30 നടക്കുന്ന ഓവർസിയർ ഗ്രേഡ് 1 ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പോലെയുള്ള ഡിപ്ലോമ ലെവൽ എക്സാമുകൾക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഫലപ്രദമായി എങ്ങനെ നമുക്ക് പഠിക്കാം, സിവിലിസി ഒരുക്കുന്ന മറ്റൊരു ഫീച്ചർ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായി അവതരിപ്പിക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ഇ ബുക്കാണ്. ഒരു സോഴ്സുമില്ലാതെ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കാണെങ്കിലും റിവിഷൻ ചെയ്യുന്നവർക്കാണെങ്കിലും അതിവേഗത്തിൽ കോൺഫിഡൻസോടുകൂടെ പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു ഇ ബുക്ക് നമ്മൾ ഇറക്കുകയാണ്. തികച്ചും ഈ ഓവർസിയർ ഗ്രേഡ് 1 ജൂൺ 30 നടക്കുന്ന എക്സാമിന്റെ സിലബസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അതേ ഓർഡറിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇ ബുക്കാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ ഇ ബുക്കിനെ കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ 9072345630. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ നമ്പർ ലഭ്യമാണ്. കോൺടാക്ട് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ അറിയുക. നമ്മൾ നേരെ ഫീച്ചറിലേക്ക് കടക്കുകയാണ്. എങ്ങനെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അതിവേഗത്തിൽ ജൂൺ 30 ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാമിന് നമുക്ക് തയ്യാറാകാൻ കഴിയും. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ബുക്കിലേക്ക്. നമ്മുടെ ഈ ബുക്കിന്റെ ഒരു സ്ട്രക്ചറാണ് നിങ്ങളിവിടെ കാണുന്നത്. 10 മൊഡ്യൂളുകളാണ് ഈ എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ സർവേയിങ് 1 എന്ന മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിനെ നമ്മൾ 10 ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ. ആദ്യത്തെ ഒരു ചാപ്റ്റർ, അത് നല്ല രീതിയിൽ വിജയിപ്പിച്ച് ഒരു 70% ആയിക്കഴിഞ്ഞാൽ അടുത്തത് ഓപ്പൺ ആവും. ഒരു ഗെയിമിഫിക്കേഷൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, പഠിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. 10 ചാപ്റ്ററുകളുണ്ട്. അത് 106ഓളം ടോപ്പിക്കുകളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇതിനകത്ത് 939 MCQs നമ്മൾ ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റൊരു സോഴ്സും ഇനി തേടിപ്പോകേണ്ടതില്ല. ഇതോടുകൂടെ തന്നെ നമുക്ക് ഭംഗിയായിട്ട് ഇത് പഠിച്ചെടുക്കാൻ കഴിയും, അതിവേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സർവേയിങ് 1 എന്ന ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യ ചാപ്റ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. 110 MCQs തന്നെ ഇതിനകത്തുണ്ട്. 9 ടോപ്പിക്കുകളുണ്ട്. ഏകദേശം 40 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയണം എന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതിലെ കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്നു. ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ് എന്ന് പറയുന്ന ആദ്യ ചാപ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത് എന്നുള്ളതാണ് തുടക്കത്തിൽ നമ്മളവിടെ കാണുന്നത്. നമുക്ക് ആദ്യം വളരെ ചെറുതായിട്ട് കാണുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് വലുതാക്കാൻ പറ്റുമോ എന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ടൂൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡാർക്ക് മോഡ് ആക്കണമെങ്കിൽ ഡാർക്ക് മോഡ് ആക്കാം. ഏതാണോ സൗകര്യമെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാം. ഫോണ്ട് സൈസ് നമുക്കിവിടെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാവുന്നതാണ്. കണ്ടന്റിന്റെ ഫോണ്ട് സൈസ് നമുക്കിവിടെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. കണ്ടോ, ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിത് വേണമെങ്കിൽ സൂം ചെയ്യാം. നമുക്കിന്ന് ഏറ്റവും വലുതാക്കി ഒന്ന് സൂം ചെയ്ത് വെച്ചാലല്ലേ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയുള്ളൂ. പിന്നെ ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുന്നതിന് വേണ്ടി ടൈം മോഡ് വേണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം. അത്യാവശ്യത്തിന് വേണമെങ്കിൽ കാൽക്കുലേറ്റർ വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ബുദ്ധിമുട്ടേറിയ ക്വസ്റ്റ്യൻസും തെറ്റുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ബുക്ക് മാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ബുക്ക് മാർക്ക് ചെയ്തത് കാണാൻ വേണ്ടി ഇവിടെ ഈ മാർക്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് പോകാം. ഫോർമുലകൾ വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള ചെറിയ ടൂൾസ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റുന്നത് നന്നായിരിക്കും തോന്നുന്നു. നോക്കട്ടെ. ഓക്കെ, ഇതായിരിക്കും നല്ല പൊസിഷൻ എന്ന് വിചാരിക്കുന്നു. ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്കിവിടെ സ്ക്രീൻ ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. കണ്ടന്റ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഏത് കണ്ടന്റിലേക്ക് വേണമെങ്കിലും നമുക്ക് പോകാം. അപ്പോൾ നമുക്കൊന്ന് അതിവേഗത്തിൽ ഒന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം നമുക്കിവിടെ നടത്താം. അപ്പോൾ സർവേയിങ് 1 ഫസ്റ്റ് ചാപ്റ്റർ, അതിനകത്ത് ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം അല്ലെ. ഡെഫിനിഷൻ ഓഫ് സർവേയിങ് ആൻഡ് ലെവലിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. സർവേയിങ് ഈസ് ദി ആർട്ട് ഓഫ് സയൻസ് ഓഫ് ഡിറ്റർമിനിങ് ദി റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് ഒബ്ജക്ട്സ് ഓർ പോയിന്റ്സ് ഓൺ എബവ് ഓർ ബിലോ ദി സർഫസ് ഓഫ് ദി എർത്ത്. ഇറ്റ് ഡീൽസ് വിത്ത് മെഷർമെന്റ് ഇൻ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. മെഷറിംഗ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആവാം, ആംഗിൾസ് ആവാം. ദി ഔട്ട്പുട്ട് ഓഫ് സർവേയിങ് എന്താ നമുക്ക് കിട്ടുക? പ്ലാൻ ആണ് കിട്ടുക. അത് ലാർജ് സ്കെയിലാവാം, സ്മാൾ ഏരിയ ആവാം. അതായത് പ്ലാൻ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ലാർജ് സ്കെയിലാണ് നമ്മൾ വരയ്ക്കുക. അതുപോലെ സ്മാൾ ഏരിയയുടെയാണ് നമ്മളത് തയ്യാറാക്കുന്നത്. ഇനി അതേസമയം മാപ്പാകട്ടെ, ഒരു രാജ്യത്തിൻ്റെയൊക്കെ മാപ്പ് എന്നല്ല പറയാം, അത് നമ്മൾ സ്മാൾ സ്കെയിലാണ് നമ്മൾ തയ്യാറാക്കുക. അതായത് ചെറുതായിട്ടാണ് കാണുള്ളൂ എന്നർത്ഥം. ലാർജ് ഏരിയ ആണ് അല്ലെ, രാജ്യമൊക്കെ ആകുമ്പോൾ ലാർജ് ഏരിയ അല്ലേ വരിക. ഓക്കെ,
ഐ ടി ഐക്കാരെ സംബന്ധിച്ച് നിമിയിൽ പറയുന്ന ഡെഫിനിഷനും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സർവേയിങ് ഇസ് ദി ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് ദി റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് വേരിയസ് ഒബ്ജക്ട്സ് ഓൺ, എബവ് ഓർ ബിലോ ദി സർഫസ് ഓഫ് ദി എർത്ത് ബൈ ടേക്കിംഗ് മെഷർമെന്റ്സ് ഇൻ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ ബുക്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഇത് അതിവേഗത്തിൽ വായിച്ചു പോയാൽ മാത്രം മതി. What is leveling? Leveling is the art of determining the relative heights or elevations. Relative heights or elevations of points on the Earth's surface. It operates in the vertical plane. അല്ലെ, വെർട്ടിക്കൽ പ്ലെയിനുകളുടെ അളവുകളാണ്. അത് ഡിസ്റ്റൻസ് ആവാം, ആംഗിൾ ആവാം. ദി ഔട്ട്പുട്ട് ഓഫ് ലെവലിംഗ് ഈസ് എ സെക്ഷൻ. ചോദിക്കും കേട്ടോ, ഔട്ട്പുട്ട് ഓഫ് എ ലെവലിംഗ് ഈസ് എ സെക്ഷൻ. അപ്പൊ കീ ഡിസ്റ്റിങ്ഷൻ എന്താ? സർവേയിങ് ഹൊറിസോണ്ടൽ പ്ലെയിനിലെ കാര്യങ്ങളാണ് വരുന്നത്. പ്ലാനും മാപ്പുമാണ് അതിന്റെ ഔട്ട്പുട്ട്. ലെവലിംഗ് വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ഡീറ്റെയിൽസ് ആണ്. സെക്ഷൻ ആണ് ലെവലിംഗിന്റെ ഔട്ട്പുട്ട്. ഓരോ പോയിന്റുകളായിട്ട് പഠിക്കുന്നത് കണ്ടില്ലേ. ഇനി രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടെ പറയാണ്. സർവേയിങ് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്, ലെവലിംഗ് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ആംഗിൾസും പ്ലാനും മാപ്പുമാണ് അതിൽ കിട്ടുക. ലെവലിംഗിലോ വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ആണ്, വെർട്ടിക്കൽ ആംഗിൾസ് ആണ്, അഥവാ ഹൈറ്റ് ആണ്, സെക്ഷൻ ആണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സർവേയിങ്ങിന് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക? ചെയിന്, കോമ്പസ്, തിയോഡലൈറ്റ്, പ്ലെയിൻ ടേബിൾ തുടങ്ങിയവയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ലെവലിംഗിന് നമ്മൾ ഏതാ ഉപയോഗിക്കുക? ഡംബി ലെവല്, ഓട്ടോ ലെവല്, ഡിജിറ്റൽ ലെവല്, തിയോഡലൈറ്റ് പോലും നമുക്ക് ലെവലിംഗിന് ഉപയോഗിക്കാവുന്നതാണ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് സർവേയിങ്, നിരവധി ആപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ പ്രാക്ടിക്കലായിട്ട്. കാൽക്കുലേറ്റിംഗ് ലാൻഡ് ഏരിയ കാണാനായിട്ട്, വാങ്ങിക്കുക, വിൽക്കുക, ഒരു സ്ഥലത്തെ ഡിവൈഡ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ആവശ്യമാണ്. സെറ്റിംഗ് ഔട്ട് പ്ലാൻസ് ഓഫ് ഹൗസസ് ആൻഡ് ബിൽഡിംഗ്സ് ഓൺ ദി ഗ്രൗണ്ട് സെറ്റ് ഔട്ട് ചെയ്യാനായിട്ട്, ഫിക്സിംഗ് അലൈൻമെന്റ്സ് ഓഫ് റോഡ് ആൻഡ് റെയിൽവേ നെറ്റ്വർക്ക്സ്, എസ്റ്റാബ്ലിംഗ് പൊസിഷൻസ് ഫോർ ടവറുകൾ, മൊബൈൽ ടവറുകളൊക്കെ ഉണ്ടല്ലോ, റീ എസ്റ്റാബ്ലിഷിംഗ് ലാൻഡ് ബൗണ്ടറീസ് ആഫ്റ്റർ ഡിസ്പ്യൂട്ട്സ് ഓർ സോയിൽ ഇറോഷൻ, സോയിൽ മണ്ണൊലിപ്പ് നടന്ന് ഭൂകമ്പം ഉണ്ടായി, അപ്പോൾ അതിർത്തികളൊക്കെ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് അതൊക്കെ ഇതിന്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ലെവലിംഗിന്റെ ആപ്ലിക്കേഷനോ ഫൈൻഡിങ് എലിവേഷൻസ് ഓഫ് ഹിൽസ് ആൻഡ് വാലീസ് അല്ലെ, എലിവേഷൻസ് ഓഫ് ഹിൽസ് കുന്നുകളുടെ ഉയരം അല്ലെങ്കിൽ വാലികളുടെ താഴ്ച, എസ്റ്റാബ്ലിഷിംഗ് റോഡ് ഗ്രേഡിയന്റ് അല്ലെ, പൈപ്പ് ലൈനുകളുടെ ഗ്രേഡിയന്റ്, ഡ്രെയിനേജ്, കനാല് തുടങ്ങിയ വർക്കുകൾക്കൊക്കെ ലെവലിംഗ് ആവശ്യമാണ്. കാൽക്കുലേറ്റിംഗ് ഹൈറ്റ്സ് ഓഫ് സിഗ്നൽ ടവേഴ്സ് അല്ലെ, സിഗ്നൽ ടവറുകളുടെയൊക്കെ ഹൈറ്റ് കണ്ടെത്തുവാനും ഇത് നമുക്ക് ആവശ്യമാണ്. ഡിസൈനിങ് ഡ്രെയിനേജ് ആൻഡ് ഇറിഗേഷൻ ചാനൽസ്, അതിനൊക്കെ നമുക്ക് ആവശ്യമാണ്. PSC ട്രാപ്പ് നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ വരാം. സർവേയിങ് ഓപ്പറേറ്റ്സ് ഇൻ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ, അതെന്താ നമുക്ക് നൽകുക? പ്ലാനോ മാപ്പോ നൽകും. ലെവലിംഗ് ഓപ്പറേറ്റ്സ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ, നമുക്ക് എന്താ നൽകുക? സെക്ഷൻ. ദീസ് ആർ ഫ്രീക്വന്റ്ലി സ്വാപ്ഡ് ഇൻ PSC ഓപ്ഷൻസ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ചോദിക്കാം. നെവർ കൺഫ്യൂസ് ഹൊറിസോണ്ടൽ പ്ലാൻ, വെർട്ടിക്കൽ സെക്ഷൻ. പ്ലാൻ മാപ്സ് ആൻഡ് സെക്ഷൻസ്. പ്ലാൻ ഹൊറിസോണ്ടൽ ആണ്, നമുക്കറിയാം. പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട് നിൽക്കുന്ന 5 സെന്റ് 10 സെന്റ് സ്ഥലമൊക്കെ അത് നമ്മൾ വലുതാക്കിയാ വരയ്ക്കുക. കമ്പാരിറ്റീവ്ലി ഒരു രാജ്യത്തിന്റെ വരയ്ക്കുന്നതിനേക്കാൾ വലുതാക്കിയാ വരയ്ക്കുക. അതുകൊണ്ട് അത് ലാർജ് സ്കെയിലാണ്. പക്ഷേ ഏരിയ ചെറുതായിരിക്കും. ഒരു രാജ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ വീടൊക്കെ വളരെ ചെറുതല്ലേ. അപ്പോൾ സ്മാൾ ഏരിയാസ്, പ്ലോട്ടുകൾ, ബിൽഡിങ്ങുകൾ, അതൊക്കെയാണ് പ്ലാനിൽ വരിക. അപ്പം മാപ്പ് എങ്ങനെയാ? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെയാ, സ്മാൾ സ്കെയിലിൽ വളരെ ചെറുതാക്കിയാണ് ഏത് വരയ്ക്കുക? മാപ്പ് വരയ്ക്കുക. അപ്പോൾ വലിയ ഏരിയ, ഒരു രാജ്യം അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ജില്ല തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ മാപ്പിൽ രേഖപ്പെടുത്തുക. ഈ സെക്ഷൻ എന്താ? അത് വെർട്ടിക്കൽ പ്ലെയിനിലുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമുക്ക് ഹൈറ്റ് ആണ് അല്ലെങ്കിൽ ഡെപ്ത് ആണ് കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് കഴിയുക. ഒപ്പം റോഡ് ഗ്രേഡിയന്റ്, ഡ്രെയിനേജ് സ്ലോപ്പ് തുടങ്ങിയവയൊക്കെ നമുക്ക് ഏതിൽ നിന്നകത്താണ് കിട്ടുക? സെക്ഷനിൽ നിന്നാണ് നമുക്ക് കിട്ടുക. PSC ട്രാപ്പ്. ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ മോർ ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കാൻ കഴിയും. യൂസ്ഡ് ഫോർ സ്മാൾ ഏരിയ, അതാണ് പ്ലാൻ. സ്മാൾ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാക്കി വരയ്ക്കുമ്പോൾ ഡീറ്റെയിൽസും വളരെ ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ. യൂസ്ഡ് ഫോർ ലാർജ് ഏരിയ, അതാണ് മാപ്പ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ കോമൺലി റിവേഴ്സ്ഡ് കൺസെപ്റ്റ് ഇൻ കേരള PSC എക്സാംസ്. അല്ലെങ്കിൽ കേരള PSC എക്സാം നമ്മൾ തെറ്റിക്കാൻ വേണ്ടി എപ്പോഴും ചോദിക്കുന്ന ചില ഭാഗങ്ങളാണ് പ്ലാനും മാപ്പും തമ്മിലുള്ള വ്യത്യാസം. മെമ്മറി ട്രിക്ക് പറയുന്നുണ്ട്. സർവേ ദി ലാൻഡ് അല്ലെ, സീ ദി പ്ലാൻ, ലെവൽ ദി ഹൈറ്റ്, ഡ്രോ ദി സെക്ഷൻ അല്ലെ. ലെവൽ ദി ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഡ്രോ ദി സെക്ഷൻ ആണ് നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ഇനി കൺസെപ്റ്റ് അടിസ്ഥാനത്തിൽ ചില നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ ചില ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? എന്താണ് ക്വസ്റ്റ്യൻ? സർവേയിങ് ഈസ് ദി ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ്സ് ബൈ ടേക്കിംഗ് മെഷർമെന്റ്സ് ഇൻ വിച്ച് പ്ലെയിൻ. സർവേയിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ കറക്റ്റ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്തത് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അറിയാത്തതാണ്, ബുദ്ധിമുട്ടേറിയതാണെങ്കിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി, ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് ബുക്ക് മാർക്കിലേക്ക് പോകും. പിന്നീട് നമുക്ക് നോക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ലെവലിംഗ് ഈസ് ദി ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് റിലേറ്റീവ് ഡാഷ് ഓഫ് പോയിന്റ്സ് ഓൺ ദി എർത്ത് സർഫസ്, ഹൈറ്റ്സ് ഓർ എലിവേഷൻ. ശരിയല്ലേ? ശരിയാണ്.
ഹൈറ്റ്സ് ഓഫ് അല്ലെങ്കിൽ ഡെപ്ത്, അതാണ് നമുക്ക് ലെവലിംഗ് എന്ന് പറയുന്നത് അല്ലേ. അടുത്ത ഒരു ചോദ്യം, ദി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ലെവലിംഗ് ഓപ്പറേഷൻസ് ഈസ് കോൾഡ് സെക്ഷൻ അല്ലേ. ഔട്ട്പുട്ട് ലെവലിംഗിന്റെ എന്താ? സെക്ഷൻ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു തവണ വായിച്ചു നോക്കുന്നത് നല്ലതാ. വാട്ട് ഈസ് സർവേയിങ്? മനസ്സിലേക്ക് വരണം. സർവേയിങ് ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള മെഷർമെന്റുകളാണ് ഏറ്റവും ചുരുക്കത്തിൽ നമുക്ക് പറയാം. ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഡിറ്റർമിനിങ് ദി റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ്സ് ഓൺ എബവ് ഓർ ബിലോ ദി സർഫസ് ഓഫ് ദി എർത്ത് ബൈ ടേക്കിംഗ് മെഷർമെന്റ്സ് ഇൻ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഒരു കാര്യം പറയട്ടെ, ഇത് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ്, ഈ ബുക്കാണ്. അതുകൊണ്ട് ടച്ച് സ്ക്രീനിൽ നമുക്കിത് ടച്ച് ചെയ്യാം. ഇതൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. മൊബൈലുകളിലൊക്കെ സൂട്ടബിൾ ആണ്. മൊബൈലിലോ ടാബിലോ കമ്പ്യൂട്ടറിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഫോൺ സൈസ് കൂട്ടാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഇത്രയും ലെജിബിൾ ആയിട്ട് നമുക്ക് അതിവേഗത്തിൽ പഠിച്ചു പോകാൻ ഇനി മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് ഈ ബുക്കിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഉടൻ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 9072345630. അടുത്തത് എന്താ ലെവലിംഗ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ദി ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് ദി റിലേറ്റീവ് ഹൈറ്റ്സ് or elevations of points on the earth surface by taking measurements in vertical plane അല്ലേ. അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. ഇൻ എ പ്ലാൻ വിച്ച് ടൈപ്പ് ഓഫ് സ്കെയിൽ ഈസ് യൂസ്ഡ് കമ്പയർഡ് ടു എ മാപ്പ്? പ്ലാനിൽ എപ്പോഴും ലാർജർ സ്കെയിൽ അല്ലേ ഉപയോഗിക്കുക. കറക്റ്റ് ആണ്, ലാർജർ സ്കെയിൽ ആണ് നമ്മൾ എപ്പോഴും എവിടെ ഉപയോഗിക്കുക? പ്ലാനിൽ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എ സെക്ഷൻ, വെർട്ടിക്കൽ സെക്ഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് സർവേയിങ് ആക്റ്റീവ്ലി? ഇതിലാ ലെവലിംഗ് അല്ലെ, ലെവലിംഗിലാണ്, ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക്, വാട്ട് ഔട്ട്പുട്ട് ഡസ് സർവേയിങ് പ്രൊഡ്യൂസ്? പ്ലാൻ ഓർ മാപ്പ് അല്ലെ, പ്ലാൻ ഓർ മാപ്പ്. വാട്ട് ഔട്ട്പുട്ട് ഡസ് ലെവലിംഗ് പ്രൊഡ്യൂസ്? സെക്ഷൻ. വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മളെ അലർട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വന്നിട്ടുണ്ട്. സർവേയിങ് ഡീൽസ് വിത്ത് മെഷർമെന്റ്സ് ഇൻ ദി ഏത് പ്ലെയിനാ? ഹൊറിസോണ്ടൽ പ്ലെയിൻ. നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അല്ലെ, സ്പെല്ലിംഗ് മിസ്റ്റേക്കോ മറ്റൊക്കെ വന്നാൽ തെറ്റാനുള്ള സാധ്യത. എന്നാലും നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ ഇത് വായിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലതാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് ഞാൻ പറയും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുക. ഹൊറിസോണ്ടൽ അല്ലേ നമ്മൾ ആൻസർ പറഞ്ഞ് നോക്കാം. ഹൊറിസോണ്ടൽ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വന്നാൽ പ്രശ്നമാവും തോന്നുന്നു അല്ലെ. നോക്കാം, കറക്റ്റ് ആണ്, ഹൊറിസോണ്ടൽ. അപ്പോൾ ലെവലിംഗ് ഡീൽസ് വിത്ത് മെഷർമെന്റ്സ് ഇൻ ഏത് പ്ലെയിനാ? വെർട്ടിക്കൽ അല്ലെ. നോക്കാം, വെർട്ടിക്കൽ. അപ്പോൾ നമ്മൾ ഉറക്കമൊന്നും വരാതെ ഇന്ററാക്ട് ചെയ്ത് നമുക്കിങ്ങനെ ചെയ്തു പോകാനായിട്ട് കഴിയും എന്നുള്ളതിന്റെ പ്രത്യേകതയാണ് കേട്ടോ. അടുത്ത ചോദ്യം, എസെർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ എല്ലാ എക്സാമുകളിലും 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇത് പഠിക്കേണ്ടിയിരിക്കുന്നു. സർവേയിങ് പ്രൊഡ്യൂസസ് എ പ്ലാൻ ഓർ മാപ്പ് ആസ് ഇറ്റ്സ് ഔട്ട്പുട്ട്. കറക്റ്റ് ആണ്. ലെവലിംഗ് ആണെങ്കിൽ സെക്ഷൻ ആണ്. സർവേയിങ് ടേക്സ് മെഷർമെന്റ്സ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ശരിയാണ്, രണ്ടും ശരിയാണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ശരിയല്ലേ? യെസ്, കറക്റ്റ് ആണ്, അത് തന്നെയാണ് വരുന്നത്. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്ലാൻസ്, മാപ്സ് ആൻഡ് സെക്ഷൻസ്. പ്ലാൻസ് ആർ ഡ്രോൺ ടു ലാർജർ സ്കെയിൽ. കറക്റ്റ് ആണ്. ആൻഡ് റെപ്രസെന്റ്സ് സ്മാൾ ഏരിയാസ്. കറക്റ്റ് ആണ്. മാപ്സ് ആർ ഡ്രോൺ ടു സ്മാളർ സ്കെയിൽ ആൻഡ് റെപ്രസെന്റ്സ് ലാർജ് ഏരിയാസ്. കറക്റ്റ് ആണ്. സെക്ഷൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ലെവലിംഗ് ഓപ്പറേഷൻസ് ഇൻ ദി വെർട്ടിക്കൽ പ്ലെയിൻ. കറക്റ്റ് ആണ്. വിച്ച് ഓഫ് ദി അബവ്? കറക്റ്റ്. മൂന്നും ശരിയാണ് അല്ലെ. ഓൾ ഓഫ് ദി അബവ് ശരിയാണ്, എല്ലാം ശരിയാണ്. എ പ്ലാൻ യൂസസ് എ കമ്പാരിറ്റീവ്ലി എങ്ങനെയുള്ളതാ? ലാർജർ. ശരിയാണോ? നോക്കാം, ലാർജർ. കറക്റ്റ് ആണ് കേട്ടോ, ലാർജർ ആണ്. ഇനി PSC ട്രാപ്പ് അലർട്ട്. PSC frequently test surveying horizontal plane, plan or map, leveling, vertical plane, section. Large scale is equal to small area. ശ്രദ്ധിക്കണം, അതാണ് പ്ലാൻ. സ്മാൾ സ്കെയിൽ എന്ന് പറയുന്നത് ലാർജർ ഏരിയ അല്ല, അതാണ് മാപ്പ്. ഓൾ 4 points റിവേഴ്സ്ഡ് ഓപ്ഷൻസ് അപ്പിയർ ടുഗദർ. അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഒക്കെ അത് ചോദിക്കും. നമ്മൾ 1.2 അടുത്ത ടോപ്പിക്കിലേക്ക് എത്തുകയാണ്. പ്ലെയിൻ വേഴ്സസ് ജിയോഡറ്റിക് സർവേ. അറിയാവുന്ന കാര്യങ്ങളാണ്, അതിവേഗത്തിൽ പഠിക്കുക. പ്രൈമറി ഡിവിഷൻസ് ഓഫ് സർവേയിങ്. ദി എർത്ത് ഈസ് സ്പിറോയിഡൽ ഇൻ ഷേപ്പ്. ഇറ്റ്സ് സർഫസ് ഈസ് കർവ്ഡ് ബേസ്ഡ് ഓൺ വെദർ ദിസ് കർവേച്ചർ ഈസ് കൺസിഡർഡ് or ignored. Surveying is primarily divided into 2 types. കർവേച്ചർ പരിഗണിക്കുന്നുണ്ടോ ഇല്ലേ എന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് പ്ലെയിൻ സർവേയിങ്, എർത്ത് സർഫസ് അസ്യൂംഡ് ആസ് ഫ്ലാറ്റ് പ്ലെയിൻ, കർവേച്ചർ ഓഫ് എർത്ത് ഇഗ്നോർഡ്. 260 സ്ക്വയർ കിലോമീറ്ററിനേക്കാൾ കുറവാണ് ഏരിയ എങ്കിൽ നമ്മൾ ഏതാ ചെയ്യുന്നത്? പ്ലെയിൻ സർവേയിങ് ആണ് നമ്മൾ ചെയ്യുക. ലൈൻസ് ബിറ്റ്വീൻ സ്റ്റേഷൻസ് പ്ലെയിൻ സർവേയിൽ സ്ട്രെയിറ്റ് ആയിരിക്കും. ആംഗിൾസ് പ്ലെയിൻ ആംഗിൾ ആയിരിക്കും. പ്ലെയിൻ ട്രിഗണോമെട്രി ആണ് പ്ലെയിൻ സർവേയിൽ ഉപയോഗിക്കേണ്ടി വരിക. സ്റ്റേറ്റ് ലോക്കൽ ഏജൻസീസ്, PWD, ഇറിഗേഷൻ പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഏത് മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്? പ്ലെയിൻ സർവേ തന്നെയാണ് ചെയ്യുന്നത്. അടുത്തത് ജിയോഡറ്റിക് സർവേയിങ്. കർവേച്ചർ ഓഫ് എർത്ത് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. കർവേച്ചർ പരിഗണിക്കും. 260 സ്ക്വയർ കിലോമീറ്ററിനേക്കാൾ കൂടുതലാണെങ്കിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ലൈൻസ് ബിറ്റ്വീൻ സ്റ്റേഷൻസ് ആർക്സ് ആയിരിക്കും. ആംഗിൾസ് സ്പിരിക്കൽ ആംഗിൾസ് ആയിരിക്കും. സ്പിരിക്കൽ ട്രിഗണോമെട്രി ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുക. ഓൾ പ്ലംബ് ലൈൻസ് ആർ റേഡിയൽ. ശരിയല്ലേ? എല്ലാ പ്ലംബ് ലൈൻസും ജിയോഡറ്റിക് സർവേയിൽ റേഡിയൽ ആയിരിക്കും. പ്ലെയിൻ സർവേയിലോ പാരലൽ ആയിരിക്കും. ഡൺ ബൈ സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ആണ് ജിയോഡറ്റിക്കൽ സർവേ
ചെയ്യാം. PSC ട്രാപ്പ്. ദി പ്ലെയിൻ സർവേ ലിമിറ്റ് ഈസ് 260 സ്ക്വയർ കിലോമീറ്റർ, അഥവാ കൃത്യമായി പറഞ്ഞാൽ 100 സ്ക്വയർ മൈൽസ്. ഇതാണ് ഏറ്റവും നല്ല ആൻസർ. ചിലപ്പോഴൊക്കെ 250 വരാറുണ്ട്, ചിലപ്പോഴൊക്കെ 200 അല്ല, 100 സ്ക്വയർ കിലോമീറ്റർ അല്ല, 250 200 ഒന്നും അല്ല. ഏറ്റവും നല്ല ആൻസർ 260 സ്ക്വയർ കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 100 സ്ക്വയർ മൈലാണ്. IS കോഡ് റെഫറൻസ് നോക്കൂ, പലർക്കും അറിയാത്ത ഒന്നാണ് ഇതിന്റെ IS കോഡ് റെഫറൻസ്. എന്തിന്റെ? സ്പെസിഫിക്കേഷൻ ഫോർ സർവേയിങ് ചെയിൻസ് യൂസ്ഡ് ഇൻ ഇന്ത്യ 1779 1779 1961 എന്ന കോഡാണ് ചെയിനുകളെ കുറിച്ച് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന കോഡ്. കീ ജിയോഡറ്റിക് ഫാക്ട്സ്. അപ്പോൾ കോഡ് ഒരിക്കൽ കൂടെ ഓർമ്മയിൽ വരണം. 1779 1961. കീ ജിയോഡറ്റിക് ഫാക്ട്സ്. സ്പിരിക്കൽ ആക്സസ് അല്ലെ, ഒരു സ്പിരിക്കൽ ട്രയാങ്കിളിന്റെ 3 ആംഗിളും നമ്മളെ സമ്മ് 180 ആയിരിക്കുകയില്ല, കുറച്ച് കൂടുതൽ ഉണ്ടാവും. അതാണ് സ്പിരിക്കൽ ആക്സസ് എന്ന് പറയുന്നത്. അത് 195.5 സ്ക്വയർ കിലോമീറ്റർ വലുപ്പമുള്ള ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ കേവലം 1 സെക്കൻഡ് മാത്രമായിരിക്കും. ദി ഡിഫറൻസ് ഇൻ ആംഗിൾ സം ബിറ്റ്വീൻ എ സ്പെരിക്കൽ ട്രയാങ്കിൾ ആൻഡ് എ പ്ലെയിൻ ട്രയാങ്കിൾ ഈസ് ഓൺലി 1 സെക്കൻഡ് ഫോർ 195.5 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഓൾ പ്ലംബ് ലൈൻസ് ഇൻ ജിയോഡറ്റിക് സർവേ ആർ റേഡിയൽ കൺവേർജിംഗ് ടുവേർഡ്സ് എർത്ത് സെന്ററിലേക്ക് അത് കൺവേർജ് ചെയ്യപ്പെടും. സ്മാളസ്റ്റ് ലെങ്ത് ഡ്രോവബിൾ ഓൺ എ സർവേ മാപ്പ്. ഒരു സർവേ മാപ്പിൽ നമുക്ക് വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്, കണ്ണിൽ പെടാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.2 mm ആണ്. സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡെറാഡൂൺ. ചോദിക്കും, സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡെറാഡൂൺ. ദി സ്പിരിക്കൽ ആക്സസ് ഓഫ് 1 second per 195.5 സ്ക്വയർ കിലോമീറ്റർ ഷോസ് ഹൗ ടൈനി ദി കർവേച്ചർ എറർ ഈസ് ഫോർ സ്മാൾ ഏരിയാസ്. എത്രത്തോളം നിസ്സാരമാണ് അത്, വളരെ ചെറിയ എറർ മാത്രമാണ് എന്നത് കാണിച്ചു തരുന്നു. വിച്ച് ഈസ് വൈ പ്ലെയിൻ സർവേ വർക്ക്സ് വെൽ ബിലോ. അതുകൊണ്ടാണ് പ്ലെയിൻ സർവേ 260 സ്ക്വയർ കിലോമീറ്റർ വരെ നമുക്ക് ഏത് ഉപയോഗിച്ചാൽ മതി? പ്ലെയിൻ സർവേ ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സിസ്റ്റത്തിലെ ലെങ്ത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗണ്ടേഴ്സ് ചെയിനാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. 66 അടി നീളമാണ് ഗണ്ടേഴ്സ് ചെയിനുള്ളത്. 100 ലിങ്ക് ആണ് അതിനകത്തുള്ളത് അല്ലെ. 4 പോള് ആണ് ഗണ്ടേഴ്സ് ചെയിൻ. നമ്മളത് മറ്റൊരു രീതിയിൽ നമ്മൾ പഠിക്കും. 20.1168 മീറ്റർ ആണ് ഗണ്ടേഴ്സ് ചെയിനിന്റെ നീളം. ചിലപ്പോൾ അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും കേട്ടോ. 20.1168 മീറ്റർ ആണ് ഒരു ഗണ്ടേഴ്സ് ചെയിനിന്റെ നീളം. ഓൾസോ കോൾഡ് സർവേയേഴ്സ് ചെയിൻ, സ്റ്റാൻഡേർഡ് ചെയിൻ ഫോർ ലാൻഡ് ഏരിയ മെഷർമെന്റ് ഇൻവെന്റഡ് ബൈ എഡ്മുണ്ട് ഗണ്ടർ. ആരാണ് ഈ ചെയിൻ കണ്ടെത്തിയത്? എഡ്മുണ്ട് ഗണ്ടർ ഇൻ 1620 1620 ഇത് കണ്ടെത്തിയത്. എക്സാമ്പിൾ 80 ചെയിൻ, അതായത് 80 ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞാൽ 1 മൈലായി എന്നുള്ളതാണ്. 10 ചെയിൻ എന്ന് പറഞ്ഞാൽ 1 ഫർലോങ് ആയി. ഒരു ലിങ്ക്, ഗണ്ടേഴ്സ് ചെയിനിന്റെ ഒരു ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.92 ഇഞ്ചസ് ആണ്. ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ 7.92 ഇഞ്ചസ് ആണ്. നോക്കൂ, ഇത്ര വേഗത്തിൽ അതിവേഗത്തിൽ നമുക്ക് ചെയ്ത് പഠിക്കാൻ വേറൊരു മാർഗ്ഗമില്ല. വേറെ ഒന്നും തപ്പണ്ട, വീഡിയോ നോക്കണ്ട, വേറെ ഒന്നും വേണ്ട. ഇതങ്ങ് അതിവേഗത്തിൽ പഠിച്ചു പോയാൽ മതിയാകും. ബ്രിട്ടീഷ് സിസ്റ്റം ലെങ്ത് ഒരു എഞ്ചിനീയേഴ്സ് ചെയിൻ 100 അടി നീളമാണ്. 100 ലിങ്ക് ആണ്. ഒരു ലിങ്ക് 1 അടിയാണ്. യൂസ്ഡ് ഫോർ റോഡ്, റെയിൽവേ സർവേകൾക്കൊക്കെ കൂടുതലായിട്ട് പണ്ട് കാലത്ത് ബ്രിട്ടീഷ് സിസ്റ്റത്തിലെ എഞ്ചിനീയേഴ്സ് ചെയിൻ ഉപയോഗിച്ചിരുന്നു. ഡിസ്റ്റൻസ് റെക്കോർഡ് ഡയറക്ട്ലി ഇൻ ഫീറ്റ്, നേരിട്ട് അടിക്കണക്കിനാണ് നമ്മൾ ഡിസ്റ്റൻസ് എഴുതിയിരുന്നത്. ഒരു എഞ്ചിനീയേഴ്സ് ചെയിൻ 30.48 മീറ്റർ നീളമുണ്ടാകും. ഗണ്ടേഴ്സ് ചെയിനോ 20.1168. തമ്മിൽ ആരാണ് വലുത്? മച്ച് ഹെവിയർ ദാൻ ഗണ്ടേഴ്സ് ചെയിൻ. ഗണ്ടേഴ്സ് ചെയിനിനേക്കാൾ വലുതാണ് ഏതാണ്? എഞ്ചിനീയേഴ്സ് ചെയിൻ. മറ്റേത് 20.1168 മീറ്റർ ആണെങ്കിൽ ഇത് 30.48 മീറ്റർ ആണ്. വാട്ട് ഈസ് ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്? വർക്ക് ഫ്രം ഹോൾ ടു ദ പാർട്ട്. വാട്ട് ഡസ് വർക്ക് ഫ്രം ഹോൾ ടു ദ പാർട്ട് ടു അച്ചീവ് ഇൻ സർവേയിങ്? എന്താണ് അതിന്റെ ഗുണം? ഇറ്റ് ലോക്കലൈസസ് എറേഴ്സ് ആൻഡ് പ്രിവെന്റ്സ് ദയർ അക്യുമുലേഷൻ അക്രോസ് ഇൻ ദി എൻടയർ സർവേ. എററുകളെ പ്രാദേശികവൽക്കരിക്കുക, ലോക്കലൈസ് ചെയ്യാൻ അതിന് കഴിയുന്നു. കൂടാതെ അത് എന്ത് തടയുകയാണ്? പ്രിവെന്റ്സ് ദയർ അക്യുമുലേഷൻ അക്രോസ് ദി എൻടയർ സർവേ. എററുകൾ കൂടി വരുന്ന പ്രവണത കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ടു വർക്ക് ഫ്രം ഹോൾ ടു ദ പാർട്ട്. വാട്ട് ഈസ് ദി സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്? ഓർമ്മ വന്നോ? ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ സ്റ്റേഷൻ. ഫിക്സ് ന്യൂ സ്റ്റേഷൻസ് ബൈ മെഷർമെന്റ്സ് ഫ്രം അറ്റ് ലീസ്റ്റ് 2 നോൺ റെഫറൻസ് പോയിന്റ്സ്. മിനിമം 2 റെഫറൻസ് പോയിന്റുകളിൽ നിന്നെങ്കിലും മെഷർമെന്റുകൾ എടുത്ത് ഒരു പുതിയ സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലോ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്, ചെക്ക് ചെയ്യാൻ പറ്റുമോ? ദി പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ദാറ്റ് പ്രിവെന്റ്സ് അക്യുമുലേഷൻ ഓഫ് എറേഴ്സ് ഈസ് വർക്ക് ഫ്രം, എല്ലാവർക്കും അറിയാം, ഹോൾ ടു ദ പാർട്ട്. നോക്കാം, WHO എല്ലി ഹോൾ ഒരു കോമേറ്റ് എഴുതി നോക്കാം അല്ലെ, ശരിയാവും വിചാരിക്കാം. ടു പാർട്ട് എടുക്കും. അത്
യെസ് കറക്റ്റ്, ഹോൾ ടു ദ പാർട്ട് എന്ന് പറയുന്നത് തന്നെയാണ്. അടുത്ത ഒരു ചോദ്യം വന്നിരിക്കുക. ദി പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ഫോളോഡ് ടു പ്രിവെന്റ് അക്യുമുലേഷൻ ഓഫ് എറേഴ്സ് ഈസ് ഏതാ? വർക്ക് ഫ്രം ഹോൾ ടു ദ പാർട്ട്, വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് അല്ലെ? ഇതാണ് കറക്റ്റ് ആണ്, ശരിയാണ്. എക്സ്പ്ലനേഷൻ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് അതിവേഗത്തിൽ പഠിച്ചു പോവുകയാണ് വേണ്ടത്. അടുത്തത് വൈൽ ഫിക്സിംഗ് എ ന്യൂ സർവേ സ്റ്റേഷൻ മെഷർമെന്റ്സ് മസ്റ്റ് ബി ടേക്കൺ ഫ്രം എ മിനിമം ഓഫ് 2 റെഫറൻസ് പോയിന്റ്. അഡീഷണൽ ഒരെണ്ണം കൂടി ഉള്ളത് നല്ലതാ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ മിനിമം ചോദിച്ചാൽ 2 ആണ്. അടുത്ത ചോദ്യം, ദി മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് വർക്കിംഗ് ഫ്രം ഹോൾ ടു ദ പാർട്ട് ഇൻ സർവേയിങ് ലോക്കലൈസേഷൻ ഓഫ് എറർ. ശരിയാണ്. ലോവർ ഇൻസ്ട്രുമെന്റ് കുറച്ച് സിമ്പിൾ, നോട്ടെ ഫാസ്റ്റർ കമ്പൽഷൻ അല്ല. ലോക്കലൈസേഷൻ ഓഫ് എറേഴ്സ് ശരിയാണ്. ലോവർ ഇൻസ്ട്രുമെന്റ് ക്വസ്റ്റ്യൻ ശരിയല്ല. സിംപ്ലർ, ഇതാണ് കറക്റ്റ് അല്ലെ? ശരിയാണ്, ആൻസർ കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, എ ന്യൂ സർവേ സ്റ്റേഷൻ ക്യാൻ ബി ഫിക്സ്ഡ് ഫ്രം നോൺ റെഫറൻസ് പോയിന്റ്സ് ബൈ യൂസിംഗ് ലീനിയർ, ആംഗുലാർ ഓർ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ലെങ്ത് മെഷർ ചെയ്തിട്ടെടുക്കാം, ആംഗിൾ മെഷർ ചെയ്തിട്ടെടുക്കാം, ലെങ്ത്തും ആംഗിളും വെച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് അത് എടുക്കാനായിട്ട് കഴിയും. അടുത്ത ഒരു ചോദ്യം, ഇൻ സർവേയിങ് വെൻ 2 മെഷർമെന്റ്സ് ഫ്രം 2 ഡിഫറെന്റ് റെഫറൻസ് പോയിന്റ്സ് ആർ യൂസ്ഡ് ടു ഫിക്സ് എ ന്യൂ സ്റ്റേഷൻ ആൻഡ് എ തേർഡ് മെഷർമെന്റ് ഈസ് ഓൾസോ ടേക്കൺ, ദി തേർഡ് മെഷർമെന്റ് സെർവ്സ് ആസ് ചെക്കിംഗ് പർപ്പസ് ആയിരിക്കും. ആൻ ഇൻഡിപെൻഡന്റ് ചെക്ക് ഓൺ ഫിക്സ്ഡ് പൊസിഷൻ അല്ലെ? അത് തന്നെയല്ലേ ആൻസർ? കറക്റ്റ്, അത് തന്നെയാണ്, ചെക്കിംഗ് പർപ്പസിന് വേണ്ടിയാണ്. അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്, പ്ലേസിംഗ് എ ഫിസിക്കൽ മാർക്കർ, കോൺക്രീറ്റ് സ്റ്റോണോ കല്ലോ ഒക്കെ കുഴിച്ചിടുകയാണ്, എലോൺ ഈസ് നോട്ട് സഫീഷ്യന്റ് ടു എസ്റ്റാബ്ലിഷ് എ സർവേ സ്റ്റേഷൻ. അതുകൊണ്ട് കാര്യമില്ല, പിറ്റേ ദിവസം വരുമ്പോൾ അത് അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ എന്താ അതിങ്ങനെ പറയാൻ കാരണം? ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ് ടു ഇൻസ്റ്റാൾ അല്ല. ഫിസിക്കൽ മാർക്സ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്, മൂവ്ഡ് ഓർ ഡാമേജ്ഡ്. കറക്റ്റ് ആണ്, അത് തന്നെയാണ് അതിന്റെ കാരണം. അതുകൊണ്ട് അതിന് കൃത്യമായി ആ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത ചോദ്യം, പ്ലെയിൻ സർവേയിങ് ഈസ് അപ്ലിക്കബിൾ വെൻ ദി എക്സ്റ്റെന്റ് ഓഫ് ദി സർവേ ഏരിയ ലെസ് ദാൻ 260 സ്ക്വയർ കിലോമീറ്റർ. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു, ഇൻ ജിയോഡറ്റിക് സർവേയിങ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഏതാ പറയുക? ഇൻ ജിയോഡറ്റിക് സർവേ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കർവേച്ചർ ഓഫ് ദി എർത്ത്, അത് പരിഗണിക്കും. അടുത്ത ചോദ്യം വന്നിരിക്കുന്നു, ഇഫ് സർവേയിങ് ഈസ് carried out from part to whole, the result will be accumulation of errors making the survey uncontrollable. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നു, the principle of working from whole to the part is the first and most important principle of surveying. കറക്റ്റ് ആണ്. large errors are easier to detect in the field than small errors. അതാണ് അതിന്റെ റീസൺ കൊടുത്തിരിക്കുന്നത്. ശരിയാണോ? large errors are easier to detect in the field than small. അതൊക്കെ ശരിയാണോ? സംശയമുണ്ട് അല്ലെ? both A and R true, and R is the correct explanation of A. ആണോ? ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ശരിയാണോ? അറിയില്ല അല്ലെ? സംശയമുണ്ടോ? ഒരെണ്ണം നമുക്ക് വെറുതെ കൊടുത്തു നോക്കാം. സി. അപ്പൊ എങ്ങനെ അത് പ്രതികരിക്കാൻ നോക്കണ്ടേ? ഓക്കെ, കറക്റ്റ് ആയിരുന്നു സി. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ അടുത്ത 1.3 നമ്മൾ എത്തുകയാണ്. 1.3 മൂന്നാമത്തെ ടോപ്പിക്, പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്. പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് ഈസ് ഗവേൺഡ് ബൈ 2 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് എൻഷുർ accuracy and prevent errors from spreading across the entire survey. Principle 1, work from whole to the part. The main framework or control points of a survey must be established. ആദ്യം മെയിൻ കൺട്രോൾ സ്റ്റേഷൻസ് സ്ഥാപിക്കണം. ഏറ്റവും ആക്യുറസിയോട് കൂടി ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാണ് തുടർന്നുള്ള വർക്കുകൾ ചെയ്യേണ്ടത്. അതാണ് ഈ മെത്തേഡ്. വൺസ് ദി സ്ട്രോങ് ഫൗണ്ടേഷൻ ഈസ് ഇൻ പ്ലേസ്, സ്മാളർ ആൻഡ് ലെസ് ക്രിട്ടിക്കൽ ഡീറ്റെയിൽസ് ആർ മെഷേർഡ് വിത്ത് റിലേറ്റീവ്ലി ലോവർ ആക്യുറസി. ആദ്യം മെയിൻ കാര്യങ്ങൾ സർവേ സ്റ്റേഷനുകളൊക്കെ സ്ഥാപിച്ചതിന് ശേഷം, കൺട്രോൾ സ്റ്റേഷൻസ് സ്ഥാപിച്ചതിന് ശേഷം പിന്നെ അതിന്റെ ഉള്ളിലേക്ക് അത്ര ആക്യുറസി ഇല്ലാതെ തന്നെ നമുക്ക് കടന്നു ചെല്ലാനായിട്ട് കഴിയും. അതാണ് പ്രിൻസിപ്പിൾ 1. ഹൗ ഇറ്റ് വർക്ക്സ്, എ ഫ്യൂ മേജർ കൺട്രോൾ സ്റ്റേഷൻസ് ആർ ഫിക്സ്ഡ് ഫസ്റ്റ് യൂസിംഗ് പ്രിസൈസ് ഇൻസ്ട്രുമെന്റ്. രണ്ടാമതോ, ദി റെസ്റ്റ് ഓഫ് ദി ഏരിയ ഈസ് ദെൻ സർവേഡ് യൂസിംഗ് ദീസ് കൺട്രോൾ സ്റ്റേഷൻസ് ആസ് എ റെഫറൻസ്. ഇത് റെഫറൻസ് ആക്കി എടുത്തുകൊണ്ട് വേണം തുടർന്ന് ഉള്ളിലേക്ക് നമുക്ക് പോകാനായിട്ട്. ദിസ് അപ്രോച്ച് ലോക്കലൈസസ് എറേഴ്സ്. ഇഫ് എനി മിസ്റ്റേക്ക് ഒക്കേഴ്സ് ഇൻ ദി മൈനർ ഡീറ്റെയിൽ വർക്ക്, ഇറ്റ് വിൽ നോട്ട് അഫക്ട് ദി ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദി കൺട്രോൾ ഫ്രെയിംവർക്ക്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇഫ് ദി റൂൾ ഈസ് റിവേഴ്സ്ഡ്? നേരെ തിരിച്ച് ചെയ്താൽ എന്താ സംഭവിക്കുക? പാർട്ട് 2 ഹോൾ ചെയ്താൽ എന്താ സംഭവിക്കുക? എറേഴ്സ് അക്യുമുലേറ്റ് വിത്ത് ഈച്ച് സക്സസീവ് മെഷർ. ഓരോ മെഷർമെന്റ് എടുക്കുമ്പോഴും എറർ കൂടി വരും. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എറേഴ്സ് ഗ്രോസ് പ്രോഗ്രസീവ്ലി അറ്റ് ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിലും അത് കൂടി വരും. ദി സർവേ ഇവൻച്വലി ബിക്കംസ് അൺകൺട്രോളബിൾ. അവസാനം നമ്മുടെ കൺട്രോളൊക്കെ പോകും. PSC ട്രാപ്പ്. കേരള PSC ഫ്രീക്വന്റ്ലി ആസ്ക് ദി പ്രിൻസിപ്പിൾ ഫോളോഡ് ടു പ്രിവെന്റ് അക്യുമുലേഷൻ ഓഫ് എറേഴ്സ് ഇൻ സർവേയിങ്. ആൻസർ എന്താ? വർക്ക് ഫ്രം ഹോൾ ടു ദ പാർട്ട്.
ദാറ്റ് ഓപ്ഷൻ വർക്ക് ഫ്രം പാർട്ട് ടു ഹോൾ അല്ല, ഇസ് ദി ഡിസ്ട്രാക്ടർ. അത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തരുന്നതാണ്. പ്രിൻസിപ്പിൾ ടു ഫിക്സ് എവരി ന്യൂ സ്റ്റേഷൻ ഫ്രം അറ്റ്ലീസ്റ്റ് 2 നോൺ റെഫറൻസ് പോയിന്റ്സ്. പെർമനന്റ് ആയിട്ടുള്ള അറിയാവുന്ന 2 പോയിന്റുകളിൽ നിന്നെങ്കിലും അതിലേക്ക് മെഷർമെന്റുകൾ എടുത്തു വെക്കുക എന്നുള്ളതാണ്. സിംപ്ലി പ്ലേസിംഗ് എ ഫിസിക്കൽ മാർക്കർ ലൈക്ക് എ കോൺക്രീറ്റ് സ്റ്റോൺ സ്ഥാപിക്കല് ഈസ് നോട്ട് സഫീഷ്യന്റ് ടു എസ്റ്റാബ്ലിഷ് എ സർവേ സ്റ്റേഷൻ. പിറ്റേ ദിവസം അത് അവിടെ ഉണ്ടാവണമെന്നില്ലേ. ഫിസിക്കൽ മാർക്കേഴ്സ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്, മൂവ്ഡ് ഓർ ഡാമേജ്ഡ് ബൈ വെഹിക്കിൾസ് ഓർ നാച്ചുറൽ ഇവന്റ്സ്. Therefore, every new station must be precisely located by measurements from at least 2 permanent reference points whose positions have already been fixed. മിനിമം 2 പെർമനന്റ് പോയിന്റുകളിൽ നിന്നെങ്കിലും നമ്മൾ അതിലേക്ക് മെഷർമെന്റ് എടുക്കണം. മെഷർമെന്റ് 1 ഫ്രം റഫറൻസ് പോയിന്റ് എയിൽ നിന്ന് ഒരെണ്ണം എടുത്തു, ഗിവ്സ് എ ലോക്കസ് ഓഫ് പോസിബിൾ പൊസിഷൻസ്. ഒരു കർവ് നമുക്കത് നൽകും, ഒരു ലോക്കസ് നമുക്ക് നൽകും. സെക്കൻഡ് ആവുമ്പോൾ അത് നമുക്ക് ഇന്റർസെക്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള പോയിന്റ് നമുക്ക് നൽകും. മിനിമം അപ്പോൾ 2 പോയിന്റ് മതി. മൂന്നാമത്തത് എന്തിനു വേണ്ടിയാ സിയിൽ നിന്ന് എടുക്കുന്നത്? ചെക്ക് മെഷർമെന്റ്, അത് തന്നെയല്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് മൂന്നാമത്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് മിനിമം എത്ര മെഷർമെന്റ് വേണം ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ? 2. മൂന്നാമത് ഒരെണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ചെക്ക് മെഷർമെന്റ്. PSC ട്രാപ്പ്. മിനിമം മെഷർമെന്റ്സ് ടു ഫിക്സ് എ ന്യൂ സ്റ്റേഷൻ 2. ദി തേർഡ് മെഷർമെന്റ് ഈസ് ഡൺ ഫോർ ചെക്കിംഗ് ഓൺലി. ദി സെക്കൻഡ് മെഷർമെന്റ് ഡസ് നോട്ട് സെർവ് ആസ് എ ചെക്ക്. ബോത്ത് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ നീഡഡ് ടുഗദർ ടു യുണീക്ലി ഡിറ്റർമിൻ ദി പൊസിഷൻ. 1ഉം 2ഉം മെഷർമെന്റുകൾ കൃത്യമായി ആ സ്ഥാനം കണ്ടെത്താൻ നമുക്ക് ആവശ്യമാണ്. മൂന്നാമത്തേത് ചെക്കിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. റഫറൻസ് കുനുമിയുടെ ബുക്കിൽ പറയുകയാണ് ദി പൊസിഷൻ ഓഫ് എനി ന്യൂ സർവേ സ്റ്റേഷൻ മസ്റ്റ് ബി ഫിക്സ്ഡ് വിത്ത് റെഫറൻസ് ടു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റേഷൻ. അഥവാ പെർമനന്റ് ആയിട്ടുള്ള നമുക്കറിയാവുന്ന 2 ഒബ്ജക്റ്റുകളിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡിസ്റ്റൻസ് എടുക്കാൻ. അറ്റ്ലീസ്റ്റ് 2 മെഷർമെന്റ്സ് മസ്റ്റ് ബി മെയ്ഡ് ഫ്രം എസ്റ്റാബ്ലിഷ്ഡ് കൺട്രോൾ പോയിന്റ്സ് ടു ഫിക്സ് എ ന്യൂ സ്റ്റേഷൻ. എ തേർഡ് മെഷർമെന്റ് മേ ബി മെയ്ഡ് ഫോർ ചെക്കിംഗ്. ഇൻ പ്ലെയിൻ സർവേയിങ് ഹൗ ഈസ് ദി എർത്ത് സർഫസ് ട്രീറ്റഡ്? ആസ് പ്ലെയിൻ, അല്ലെ, ഫ്ലാറ്റ് ആയിട്ട്. ശരിയാണ്. അപ് ടു വാട്ട് മീൻ മാക്സിമം ഏരിയ ഈസ് പ്ലെയിൻ സർവേ അപ്ലിക്കബിൾ? 260 സ്ക്വയർ കിലോമീറ്റർ അഥവാ 100 സ്ക്വയർ മൈൽസ്. വാട്ട് ടൈപ്പ് ഓഫ് ട്രിഗണോമെട്രി ഈസ് യൂസ്ഡ് ഇൻ പ്ലെയിൻ സർവേ? പ്ലെയിൻ ട്രിഗണോമെട്രി. ശരിയല്ലേ? പ്ലെയിൻ ട്രിഗണോമെട്രി. പ്ലെയിൻ സർവേ ഈസ് അപ്ലിക്കബിൾ ഫോർ ഏരിയാസ് അപ് ടു ഡാഷ് സ്ക്വയർ കിലോമീറ്റർ. 260 സ്ക്വയർ കിലോമീറ്റർ. കറക്റ്റ് ആണ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്മുടെ തെറ്റിയാൽ അത് ഓട്ടോമാറ്റിക്കലി ബുക്ക് മാർക്ക് ചെയ്യപ്പെടും കേട്ടോ. അത് ബുക്ക് മാർക്ക് ചെയ്യപ്പെട്ടത് നമുക്ക് ഇവിടെ ഇതിൽ നിന്ന് കിട്ടും. ഈ ടൂൾസ് എടുത്തു കഴിഞ്ഞാൽ മാർക്സ് എന്ന് പറഞ്ഞ ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ പോയാൽ നമുക്കത് വീണ്ടും കാണാനായിട്ട് കഴിയും, വീണ്ടും പഠിക്കാനായിട്ട് കഴിയും. നമുക്ക് വേണമെങ്കിൽ ഇത് ഡാർക്ക് മോഡിലേക്ക് ഇടാം കേട്ടോ. ഡാർക്ക് മോഡിലേക്ക് ഇടുമ്പോഴാണോ ഭംഗി? കണ്ണിന് സ്ട്രെയിൻ കുറവ്? എനിക്കറിയില്ല, നിങ്ങൾ കമന്റ് ചെയ്യുക. അതോ ഇത് തന്നെയാണോ നല്ലത്? കുറച്ച് നേരം നമുക്ക് ഡാർക്ക് മോഡിൽ പോയാലോ? എങ്ങനെയുണ്ട് നോക്കാം. ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടാവും. നമുക്കിത് വേണമെങ്കിൽ സൈസ് കുറയ്ക്കാം കേട്ടോ. കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. എപ്പോഴും കൂട്ടിയിരുന്നോട്ടെ അല്ലേ? ഓക്കെ. ഫോണ്ട് സൈസ് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം. തൽക്കാലം അതങ്ങ് പോട്ടെ. ഓക്കെ. അപ്പോൾ ടൂൾസ് സൈഡിൽ ചെന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ 200 ചെക്ക് ചെയ്തു. കറക്റ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ? In plane surveying, the line joining any 2 stations is treated as a straight line. കറക്റ്റ് ആണ്. അടുത്തതിലേക്ക് പോവുകയാണ്. In geodectic surveying, the angles between curved survey lines are treated as spherical angles. ശരിയല്ലേ? spherical angles ശരിയാണ്. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. Geodectic surveys covering large areas of India are conducted by Survey of India Department. ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. The headquarters of the Survey of India Department, Dehradun. നമ്മൾ നേരത്തെ കണ്ടതാണ്. അടുത്ത ചോദ്യം. The difference in the sum of angles of spherical triangle compared to a plane triangle is 1 second for every 195.5 square kilometer. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം. ഇൻ ജിയോഡക്റ്റിക് സർവേസ് ഓൾ പ്ലംബ് ലൈൻസ് ആർ കൺസിഡറേഡ് റേഡിയൽ. അല്ലെ? റേഡിയൽ അല്ലേ? അതെ, റേഡിയൽ ആണ്. അടുത്ത ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് സർവേ ഡിറ്റർമിൻസ് ബോത്ത് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് ഓൺ ദി എർത്ത് സർഫസ്? ഏതാ? ടോപ്പോഗ്രഫിക്കൽ സർവേ. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം. കഡസ്റ്റൽ ഓർ റവന്യൂ സർവേ ഈസ് പ്രൈമറലി യൂസ്ഡ് ടു മാപ്പ് ലാർജർ വാട്ടർ ബോഡീസ് അല്ല, ഡിറ്റർമിൻ സ്ട്രാറ്റ അല്ല, പ്രിപ്പയർ റവന്യൂ മാപ്സ് ആൻഡ് ഫിക്സ് പ്രോപ്പർട്ടി ബൗണ്ടറീസ്. കറക്റ്റ്, ഇതാണ് ശരിയാണ്. അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. ദി സ്മാളസ്റ്റ് ലെങ്ത് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി ഡ്രോൺ ഓൺ എ സർവേ മാപ്പ് 0.2 mm. നേരത്തെ നമ്മൾ കണ്ടിരുന്നതാണ്. അടുത്ത ചോദ്യം അസെർഷൻ ടൈപ്പ് ആണ്. ഇൻ ജിയോഡക്റ്റിക് സർവേയിങ് ലൈൻസ് ജോയിനിങ് 2 സർവേ സ്റ്റേഷൻസ് ആർ ട്രീറ്റഡ് ആസ് ആർക്സ് ഓൺ ദി എർത്ത് സർഫസ്. കറക്റ്റ് ആണ്. പ്ലെയിൻ സർവേയിങ് ക്യാൻ ബി അപ്ലൈഡ് ഓവർ എനി ഏരിയ അപ് ടു 300 സ്ക്വയർ കിലോമീറ്റർ. തെറ്റാണ് അല്ലെ? വിത്തൗട്ട്. അപ്പോൾ അത് തെറ്റാണ്. ഓപ്ഷൻ എ മാത്രം ശരിയാണ് അല്ലേ? എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. അപ്പോൾ സി അല്ല വരിക. കറക്റ്റ് ആണ്. അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കാണ്. 1.4ലേക്ക് കടന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ്. സർവേസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദി 3 ബേസസ്. നാച്ചർ ഓഫ് ദി സർവേ, ഒബ്ജക്റ്റ് അഥവാ അല്ലെങ്കിൽ പർപ്പസ്, മെത്തേഡ്സ് എംപ്ലോയിഡ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. ഓരോന്നിലേക്ക് പോവാം. ക്ലാസിഫിക്കേഷൻ ബൈ നാച്ചർ ഓഫ് ഫീൽഡ് ലാൻഡ് സർവേ. ഓൾ സർവേസ് ഓൺ ലാൻഡ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു ടോപ്പോഗ്രഫിക്കൽ സർവേ. മാപ്സ് നാച്ചുറൽ ഫീച്ചേഴ്സ്, റിവർ, ഹില്ല്, ഫോറസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം. ആൻഡ് ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള റോഡ്, കനാൽസ്, റെയിൽവേ ലൈൻ അങ്ങനെയുള്ളതൊക്കെ. മാപ്സ് പ്രൊഡ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു ടോപ്പോ ഷീറ്റ്സ് അല്ലെ?
ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ, ഒരു സ്റ്റേറ്റിന്റെ, ഒരു ജില്ലയുടെ ഒക്കെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച്, അത് ആർട്ടിഫിഷ്യലായാലും നാച്ചുറലുമായിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള പഠനമാണ് കഡസ്ട്രൽ ഓർ റവന്യൂ സർവേ. ഫിക്സസ് പ്രോപ്പർട്ടി ബൗണ്ടറീസ്, പ്രിപ്പയേഴ്സ് റവന്യൂ മാപ്സ് ഓഫ് സ്റ്റേറ്റ്സ്, താലൂക്ക്, ഡിസ്ട്രിക്ട് ഒക്കെ നമ്മുടെ സാധാരണ സർവേ ആണ് കഡസ്ട്രൽ ഓർ റവന്യൂ സർവേ. സിറ്റി സർവേ carried out for construction of streets, water supply mains, sewage lines in a township. ഒരു പുതിയ ടൗൺഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന സർവേകളാണ് മറൈൻ ഓർ ഹൈഡ്രോഗ്രാഫിക് സർവേ. സർവേസ് ഓഫ് ലാർജ് വാട്ടർ ബോഡീസ് ഫോർ നാവിഗേഷൻ, ഹാർബർ വർക്ക്സ്, ഡിറ്റർമിൻ മീൻ സീ ലെവൽ, ഡെപ്ത്, വെലോസിറ്റി ഓഫ് ഫ്ലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് മറൈൻ ഓർ ഹൈഡ്രോഗ്രാഫി സർവേ നമ്മൾ നടത്തുന്നത്. അസ്ട്രോണമിക്കൽ സർവേ, ഒബ്സർവേഷൻസ് ടു ഹെവൻലി ബോഡീസ്, അല്ലെ, സണ്ണ്, സ്റ്റാർസ്, ടു ഡിറ്റർമിൻ അബ്സല്യൂട്ട് ജിയോഗ്രാഫിക് പൊസിഷൻസ് ആൻഡ് ലോക്കൽ ടൈം ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ വാനനിരീക്ഷണമാണ് നമ്മൾ നടത്തുന്നത്. അസ്ട്രോണമിക്കൽ സർവേ ആണ് നമ്മൾ നടത്തുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒബ്ജക്ട് അഥവാ പർപ്പസ്. എഞ്ചിനീയറിംഗ് സർവേ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നതാണ്, അല്ലെ. കളക്ട്സ് ഡാറ്റ ഫോർ ഡിസൈനിങ് റോഡ്സ്, ബ്രിഡ്ജ്, റിസർവോയേഴ്സ്, കനാൽസ്, സബ് ടൈപ്സ്. അതിന്റെ ഉള്ളിൽ വരുന്നതാണ് റെക്കഗ്നൈസൻ സർവേ, അല്ലെ, അല്ലെങ്കിൽ ലൊക്കേഷൻ സർവേ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സർവേ അഥവാ പ്രിലിമിനറി സർവേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റെക്കഗ്നൈസൻസ് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിലിമിനറി സർവേ ആണ്. തുടർന്ന് ലൊക്കേഷൻ സർവേ. മിലിറ്ററി സർവേ, സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി. മൈൻ സർവേ, എക്സ്പ്ലോർ മിനറൽ വെൽത്ത്. ജിയോളജിക്കൽ സർവേ, ഡിഫറന്റ് സ്ട്രാറ്റ, എർത്തിന്റെ സ്ട്രാറ്റയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആർക്കിയോളജിക്കൽ സർവേ, പുരാവസ്തു ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നത്. ക്ലാസിഫിക്കേഷൻ ബൈ മെത്തേഡ്, രണ്ട് മെത്തേഡുകളാണ് സർവേ ചെയ്യാനുള്ളത്. ട്രയാങ്കുലേഷൻ മെത്തേഡ്, കൺട്രോൾ പോയിന്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ട്രയാങ്കിൾസ് യൂസ്ഡ് ഫോർ ലാർജ് സ്കെയിൽ ജിയോഡറ്റിക് വർക്കിനാണ് അത് ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യുന്നത് ട്രാവേഴ്സിംഗ് ആണ്. സീരീസ് ഓഫ് കണക്റ്റഡ് സർവേ ലൈൻസ്, ക്ലോസ്ഡ് ട്രാവേഴ്സ് ഉണ്ട്, ഓപ്പൺ ട്രാവേഴ്സ് ഉണ്ട്, അതാണ് ട്രാവേഴ്സിംഗ് മെത്തേഡ്. വാട്ട് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആർ യൂസ്ഡ് ഇൻ ജിയോഡറ്റിക് സർവേ? Spherical angles. What is the spherical axis in geodetic surveying? 1 second for every 195.5 square kilometer. In geodetic surveys, all plumb lines are considered to be radial. The headquarters of Survey of India is located Dehradun. പ്രശ്നമുണ്ട്. ഡെറാഡൂൺ ഒക്കെ എഴുതുമ്പോൾ സ്പെല്ലിംഗ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമാണ്, അല്ലെ. ഡെറാഡൂൺ എച്ചുണ്ടോ? ഡെറാഡൂൺ എന്നായിരിക്കോ അറിയില്ല. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, തെറ്റെങ്കിൽ തെറ്റട്ടെ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, അല്ലെ. ഡെറാഡൂൺ എന്ന് പറയുന്നതാണ്. കുഴപ്പമില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ഇതെന്തായാലും അത് ബുക്ക് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഹൈഡ്രോഗ്രാഫിക് സർവേ ഈസ് carried out to map large water bodies of navigation. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സർവേ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദി ഡിഫറന്റ് സ്ട്രാറ്റ? ജിയോളജിക്കൽ സർവേ. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, മൈൻ സർവേ സ്പെസിഫിക്കലി carried out to explore mineral wealth. ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് അതിവേഗം വേണം, റിവിഷൻ അല്ലേ, ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു പോണ്ടേ. വിച്ച് സർവേ ഇൻവോൾവ്സ് മാപ്പിംഗ് ദി ഏരിയ ഫോർ അൺഎർത്തിംഗ് റിലിക്സ് ആൻഡ് അത് നമുക്കറിയാം, ആർക്കിയോളജിക്കൽ സർവേ. അടുത്ത ചോദ്യം, ആസ്ട്രോണമിക്കൽ സർവേ ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ഹെവൻലി ബോഡീസ് ആൻഡ് ഡിറ്റർമിനിങ് അബ്സല്യൂട്ട് പൊസിഷൻസ് ഓൺ എർത്ത്. കറക്റ്റ് ആണ്. അടുത്തത്, ഗണ്ടേഴ്സ് ചെയിൻ ഈസ് ഓൾസോ നോൺ ആസ് സർവേഴ്സ് ചെയിൻ. അടുത്ത ചോദ്യം, ഹൗ മെനി ലിങ്ക്സ് ഡസ് എ സ്റ്റാൻഡേർഡ് ഗണ്ടേഴ്സ് ചെയിൻ? 100 ലിങ്ക് ഉണ്ട്. ശരിയാണ്. അടുത്ത ചോദ്യം, ദി സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് എഞ്ചിനീയേഴ്സ് ചെയിൻ 100 feet. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, ദി പ്രിലിമിനറി ഇൻസ്പെക്ഷൻ ഓഫ് എൻ ഏരിയ ബിഫോർ മെയിൻ എഞ്ചിനീയറിംഗ് സർവേ ബിഗൻസ് ഈസ് നോൺ ആസ് റെക്കഗ്നൈസൻ സർവേ. ശരിയാണ്. അടുത്ത ചോദ്യം, ദി സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ഗണ്ടേഴ്സ് സർവേ ചെയിൻ 66 അടിയാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, അടുത്തതിലേക്ക് കടന്ന് 1.5 എന്ന് പറയുന്ന ടോപ്പിക്കിലെത്തി. പ്ലാൻ, മാപ്പ് ആൻഡ് സെക്ഷൻസ്, ഡെഫിനിഷൻസ് ആൻഡ് അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെ. എവരി സർവേയിങ് ഓർ ലെവലിംഗ് ഓപ്പറേഷൻ പ്രൊഡ്യൂസസ് എ ജിയോഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ശരിയാണ്. ദീസ് റെപ്രസെന്റേഷൻസ് ഫാൾ ഇൻ ടു 3 types. 1 പ്ലാൻ, 2 മാപ്പ്, 3 സെക്ഷൻസ്. അണ്ടർസ്റ്റാൻഡിംഗ് ദയർ ഡിസ്റ്റിങ്ഷൻ ഈസ് ഫ്രീക്വന്റ്. കേരള PH. പ്ലാൻ എന്താണ്? പ്ലാൻ, എ പ്ലാൻ ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഡ്രോൺ ടു എ ലാർജർ സ്കെയിൽ ഷോയിങ് എ സ്മാൾ ഏരിയ ഇൻ ഡീറ്റെയിൽ. ഇറ്റ് ഈസ് എ ബേർഡ്സ് ഐ വ്യൂ, അല്ലെ, മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. ഷോയിങ് ഫീച്ചേഴ്സ് പ്രൊജക്റ്റഡ് ഓൺ ടു ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. എപ്പോഴും പ്ലാൻ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ഡീറ്റെയിൽസ് ആണ്. പ്ലാൻസ് ആർ യൂസ്ഡ് ഫോർ സ്മാൾ പ്ലോട്ട്സ്, ബിൽഡിംഗ് ലേഔട്ട്സ്, ഫീൽഡ് ആൻഡ് എസ്റ്റേറ്റ്. എന്താ മാപ്പ്? എ മാപ്പ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഡ്രോൺ ടു എ സ്മാൾ സ്കെയിൽ ഷോയിങ് എ ലാർജർ ഏരിയ ലൈക്ക് എ പ്ലാൻ. It is also a top view projected onto the horizontal plane but covers district, states തുടങ്ങിയവയൊക്കെയാണ്. സെക്ഷൻ ലെവലിംഗുമായി ബന്ധപ്പെട്ട് ഹൈറ്റ് കിട്ടുന്ന ഒരു സംവിധാനമാണ് സെക്ഷൻ. അതിനെ തന്നെയാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നോക്കൂ, എത്ര സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എത്ര നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങൾ വരെ നമ്മൾ ഇതിലൂടെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരു ജോലി കിട്ടാൻ ഇത് ധാരാളമാണ്, അതൊരു സംശയം വേണ്ട. അവസാന നിമിഷത്തിലെ പഠനത്തിന് തീർച്ചയായിട്ടും നിങ്ങളെ ഈ ബുക്ക് സഹായിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എ സെക്ഷൻ ഓൾസോ കോൾഡ് എ പ്രൊഫൈൽ ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഷോയിങ് ദി വേരിയേഷൻസ് ഇൻ എലിവേഷൻസ് ഓഫ് ദി ഗ്രൗണ്ട് along a given line. It is the output of the leveling operations and is projected on the vertical plane. Sections are used for road gradients, canal design, sewer lines and drainage. Okay, അടുത്തത് ഓപ്പറേഷൻ സോഴ്സ്, പ്ലാൻ, സർവേയിങ്.
അല്ലെ മാപ്പ് സർവേയിങ് സെക്ഷൻ ലെവലിംഗിലാണ് വരുന്നത്. പ്രൊജക്ഷൻ പ്ലാൻ ഹൊറിസോണ്ടലിലേക്ക്, മാപ്പും ഹൊറിസോണ്ടലിലേക്ക്, സെക്ഷൻ വെർട്ടിക്കലിലേക്ക്, സ്കെയിൽ പ്ലാൻ ആണെങ്കിൽ ലാർജ് സ്കെയില്, മാപ്പ് ആണെങ്കിൽ സ്മാൾ സ്കെയില്, ഏരിയ കവേർഡ് പ്ലാനിലാണെങ്കിൽ സ്മാൾ ഏരിയ, മാപ്പിലാണെങ്കിൽ ലാർജർ ഏരിയ, ഷോസ് ഹൊറിസോണ്ടൽ ലേഔട്ട് ആണ് പ്ലാനില്, ഹൊറിസോണ്ടൽ ലേഔട്ട് ആണ് മാപ്പില്, വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൈറ്റും കാര്യങ്ങളുമാണ് സെക്ഷനിൽ വരുന്നത്. എക്സാമ്പിൾ ബിൽഡിംഗ് സൈറ്റ് ലേഔട്ട് പ്ലാനിന്റെ, റോഡ് റൂട്ട് സെക്ഷൻ മാപ്പിന്റെ, ഗ്രേഡിയന്റ് ഓഫ് റോഡ് ഓർ കനാൽ അത് സെക്ഷനിൽ നമുക്ക് കാണിക്കും. ചില ഭാഗങ്ങൾ ഡാർക്കിൽ നമുക്ക് പകൽ വെളിച്ചത്തിൽ വിസിബിൾ ആവുന്നില്ല, അപ്പൊ നമുക്ക് നേരെ ഡാർക്ക് മോഡ് ഒന്ന് മാറ്റിയിട്ടേക്കാം അല്ലെ. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ മാറ്റിയാൽ മതി, അപ്പൊ അത് ക്ലിയർ ആയി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് PSC ട്രാപ്പ് കൂടെ വന്നിട്ടുണ്ട്. എന്താണ് PSC ട്രാപ്പ് പറയുന്നത്? ലാർജ് സ്കെയിൽ ഇസ് ഈക്വൽ ടു മോർ ഡീറ്റെയിൽ, സ്മാൾ ഏരിയ പ്ലാൻ. സ്മാൾ സ്കെയിൽ ഇസ് ലെസ് ഡീറ്റെയിൽ, ലാർജർ ഏരിയ. ദിസ് ഈസ് ഫ്രീക്വന്റ്. നമ്മൾ നേരത്തെ കണ്ടതാ മെമ്മറി പ്ലാൻ പ്ലോട്ട്, നമ്മൾ നേരത്തെ കണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് എ പ്ലാൻ? എന്താണ് ഇതിലെ പ്ലാൻ എന്ന് പറയുന്നത്? പ്ലാൻ ലാർജ് സ്കെയിലിൽ വരയ്ക്കുന്ന, ലാർജ് സ്കെയിൽ ഡ്രോയിങ് ഓഫ് സ്മാൾ ഏരിയ പ്രൊജക്റ്റഡ് ഓൺ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. കറക്റ്റ് ആണ്, അത് തന്നെയാണ്. അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. എ സെക്ഷൻ ഡ്രോൺ ഇൻ സർവേയിങ് പ്രാക്ടീസ് ഇസ് ദി ഔട്ട്പുട്ട് ഓഫ് വിച്ച് ഓപ്പറേഷൻ? ലെവലിംഗ് ഓപ്പറേഷൻ. കറക്റ്റ് ആണ്. വാട്ട് ഈസ് ദി കീ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാൻ ആൻഡ് മാപ്പ്? സ്കെയിലാണ് വ്യത്യാസം. ലാർജ് സ്കെയിൽ വരയ്ക്കുന്നത് പ്ലാൻ ആണ്, സ്മാൾ സ്കെയിൽ വരയ്ക്കുന്നത് മാപ്പ് ആണ്. അത് തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് പ്ലാൻസ്, മാപ്സ് ആൻഡ് സെക്ഷൻസ്. എ പ്ലാൻ ഈസ് ഡ്രോൺ ടു എ ലാർജ് സ്കെയിൽ. കറക്റ്റ് ആണ്, റെപ്രസെന്റ്സ് സ്മാൾ ഏരിയ. കറക്റ്റ് ആണ്. എ മാപ്പ് ഈസ് ഡ്രോൺ ടു എ സ്മാൾ സ്കെയിൽ ആൻഡ് റെപ്രസെന്റ്സ് എ ലാർജർ ഏരിയ. ശരിയാണ്. സെക്ഷൻ ഒക്കെ കറക്റ്റ് ആണ് അല്ലേ. ഇത് നേരത്തെ നമ്മൾ കണ്ടത് ഓൾ ഓഫ് ദി എബവ്. സോറി, ഇത് ചോദ്യം തെറ്റിയിട്ടുണ്ട്. നോക്കാം, മൂന്നാമത്തെ നമ്മൾ വായിച്ചില്ല കേട്ടോ. എ സെക്ഷൻ ഈസ് പ്രൊജക്റ്റഡ് ഓൺ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. തെറ്റി, ഞാൻ വായിച്ചു നോക്കിയില്ല. സെക്ഷൻ എവിടെയാണ് വരിക? സെക്ഷൻ വരിക വെർട്ടിക്കൽ പ്ലെയിനിലാണ്. അപ്പൊ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുണ്ടായിരുന്നത്. അധികം സ്പീഡിൽ പോയാലുള്ള ഒരു അബദ്ധമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, PSC ട്രാപ്പ് അലർട്ട്. PSC ഓഫൻ ആസ്ക് വിച്ച് ഓപ്പറേഷൻ പ്രൊഡ്യൂസസ് എ സെക്ഷൻ? ലെവലിംഗ്. ആൻസർ ഈസ് ലെവലിംഗ്. സർവേയിങ് പ്രൊഡ്യൂസസ് പ്ലാൻസ് ആൻഡ് മാപ്സ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓൾസോ ലാർജ് സ്കെയിൽ ഡസ് നോട്ട് മീൻ ലാർജർ ഏരിയ. അത് വളരെ ശ്രദ്ധിക്കണം. ഇറ്റ് മീൻസ് മോർ ഡീറ്റെയിൽ ഓഫ് എ സ്മാളർ ഏരിയ എന്നുള്ളതാണ്. അടുത്തത് 1.6 എത്തി, ബ്രിട്ടീഷ് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്. 10 ചാപ്റ്ററുകൾ ഉണ്ട് കേട്ടോ ഒന്നാമത്തെ മൊഡ്യൂളിൽ. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 40 മിനിറ്റ് ഒക്കെ പഠിക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 എണ്ണം, 10×40 ഒരു 400 മിനിറ്റ് അല്ലെ. 400 മിനിറ്റ് പഠിക്കുകയാണെങ്കിൽ 4-5 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കാനായിട്ട് പറ്റും ഒരു മൊഡ്യൂൾ. അങ്ങനെ 10 മൊഡ്യൂളേ ഉള്ളൂ. നമുക്ക് നീറ്റായി പഠിക്കാൻ കഴിയുമെന്നേ. ബ്രിട്ടീഷ് സിസ്റ്റം. ദി ബ്രിട്ടീഷ് സിസ്റ്റം വാസ് സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ 1878 യൂസിങ് എ ബ്രോൺസ് ബാർ വിത്ത് ഗോൾഡ് പിൻസ് ടു ഡിഫൈൻ ദി സ്റ്റാൻഡേർഡ് ലെങ്ത്. 1 ഇഞ്ച് 2.54 സെന്റിമീറ്റർ, 1 ഫുട്ട് 12 ഇഞ്ച് 30.48 സെന്റിമീറ്റർ, 0.3048 മീറ്റർ. ഒരു യാർഡ് എന്ന് പറഞ്ഞാൽ 3 ഫീറ്റ് ആണ്, 91.44 സെന്റിമീറ്റർ ആണ്. ക്രിക്കറ്റ് പിച്ച് 22 യാർഡാണ്. ഒരു ഫാത്തം 6 ഫീറ്റ് ആണ്, 1.8288 മീറ്റർ ആണ്. മറൈൻ ഡെപ്ത് യൂണിറ്റ് ഒക്കെ നമ്മൾ എപ്പോഴും ഫാത്തത്തിലാണ് പറയുക. ഒരു പോള്, അതിന് വിളിക്കുന്ന മറ്റൊരു പേര് റോഡ്, അതിന് വിളിക്കുന്ന മറ്റൊരു പേര് പെർച്ച്. 5.5 യാർഡാണ്, 16.5 ഫീറ്റ് ആണ്. ഓൾസോ കോൾഡ് റോഡ് ഓർ പെർച്ച് എന്നൊക്കെ അതിനെ വിളിക്കും. 1 ഗണ്ടേഴ്സ് ചെയിൻ 66 അടി നീളമുണ്ട് അല്ലെ. ഈക്വൽ ടു 4 പോള്, 100 ലിങ്ക് 20.1168 മീറ്റർ. ഓൾസോ സർവേഴ്സ് ചെയിൻ ഒരു ലിങ്ക് 7.92 ഇഞ്ചാണ്. 1 എഞ്ചിനീയേഴ്സ് ചെയിൻ 100 അടിയാണ്, 100 ലിങ്കാണ്, 30.48 മീറ്റർ ആണ്. ഒരു ലിങ്ക് 1 ഫുട്ടാണ്. ഒരു ഫർലോങ് എന്ന് പറഞ്ഞാൽ 10 ചെയിനാണ്. ഒരു ഫർലോങ് അഥവാ 660 അടിയാണ്, അഥവാ 220 യാർഡാണ്. 201 മീറ്റർ ആണ് അപ്രോക്സിമേറ്റ്ലി. ഒരു ഫർലോങ് എന്ന് പറഞ്ഞാൽ 201 മീറ്റർ ആണ്. ഒരു കേബിൾ ലെങ്ത് 120 ഫാത്തമാണ്, 720 ഫീറ്റ് ആണ്. അതൊരു മറൈൻ യൂണിറ്റ് ആണ്. 1 മൈൽ 8 ഫർലോങ് ആണ് ഒരു മൈൽ, അഥവാ 80 ചെയിൻ ആണ്. ഒരു മൈൽ 5280 ഫീറ്റ് ആണ്. ഒരു മൈൽ അഥവാ 1760 യാർഡാണ്. ഇതിന്റെ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ ഈസി ആണല്ലേ. ഒരു മൈൽ 1.609 കിലോമീറ്റർ ആണ് ഉണ്ടാവുക. 80 × 66 5280 ഫീറ്റ് ആണ് ഉണ്ടായിരിക്കുക. ഒരു നോട്ടിക്കൽ മൈൽ 6080 ഫീറ്റ് ആണ്. ബ്രിട്ടീഷ് നോട്ടിക്കൽ മൈൽ. മെമ്മറി ടിപ്പ്, ക്രിക്കറ്റ് പിച്ച് 22 യാർഡ്, 1 ചെയിൻ. യൂസ് ദിസ് ടു റിമെമ്പർ ദി ചെയിൻ ലെങ്ത്. ചെയിൻ ലെങ്ത് ഓർക്കാനായിട്ട് എന്താ ആലോചിച്ചാൽ മതി? ഒരു ക്രിക്കറ്റ് പിച്ചിന്റെ വിക്കറ്റുകൾക്കിടയിലുള്ള ദൂരം ഓർത്താൽ മതി. ഓൾസോ ഗൺ ഡേഴ്സ് ചെയിൻ 66 അടി, 10 സ്ക്വയർ ചെയിൻ 1 ഏക്കർ, 80 ചെയിൻ 1 മൈൽ. അതൊക്കെ ഓർക്കുക, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഏരിയ യൂണിറ്റ് 144 സ്ക്വയർ ഇഞ്ച് 1 സ്ക്വയർ ഫുട്ട്, 9 സ്ക്വയർ ഫീറ്റ് 1 സ്ക്വയർ യാർഡ്, 30.25 സ്ക്വയർ യാർഡ് 1 സ്ക്വയർ പോള്, 40 സ്ക്വയർ പോള് 1 റൂഡ്, 4 റൂഡ് 1 ഏക്കർ. 1 ഏക്കർ 10 സ്ക്വയർ ഗണ്ടേഴ്സ് 4047 സ്ക്വയർ മീറ്റർ, 100 സെന്റ്സ് അല്ലെ. അതിൽ ഏറ്റവും നല്ലൊരു കീ കൺവേർഷൻ ആണ്, പഠിക്കേണ്ടതാണ്. 1 സെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെന്റ് എന്ന് പറഞ്ഞാൽ 100 ഏക്കറിന്റെ 100 40.47 സ്ക്വയർ മീറ്റർ ആണ് ഒരു സെന്റ്. കോമൺ ഇൻ കേരള ലാൻഡ് റെക്കോർഡ്സ് അല്ലെ, നമ്മുടെ രേഖകളിലൊക്കെ കോമൺ ആണ്. 640 ഏക്കേഴ്സ് 1 സ്ക്വയർ മൈൽ, 640 ഏക്കേഴ്സ് 1 സ്ക്വയർ മൈൽ. PSC ട്രാപ്പ്. 1 ഏക്കർ 10 സ്ക്വയർ ഗണ്ടേഴ്സ് ചെയിൻ ആണ്. നോട്ട് 1 സ്ക്വയർ ചെയിൻ അല്ല, 100 സ്ക്വയർ ചെയിൻ അല്ല, 10 സ്ക്വയർ ചെയിൻ ആണ് 1 ഏക്കർ. ദിസ് ഈസ് ദി കോർ എലഗൻസ് ഓഫ് ഗണ്ടേഴ്സ് സിസ്റ്റം. ദി റീസൺ ദി ചെയിൻ വാസ് ഡിസൈൻ. അതുകൊണ്ടാണ് 66 അടി നീളത്തിൽ ഗണ്ടേഴ്സ് ചെയിൻ വരാനുള്ള കാരണം.
വർക്ക്ഡ് എക്സാമ്പിൾ ചെയിൻ ടു ഏരിയ കൺവേർഷൻ. എ റെക്ടാങ്കുലർ ഫീൽഡ് മെഷേഴ്സ് 20 ഗണ്ടേഴ്സ് ചെയിൻ ലെങ്ത് 5 ഗണ്ടേഴ്സ് ചെയിൻ വിടുത്ത്. അപ്പോൾ റെക്ടാങ്കിൾ ആയതുകൊണ്ട് ലെങ്ത്തിന്റെ വിടുത്ത് 20 × 5 100 സ്ക്വയർ ഗണ്ടേഴ്സ് ചെയിൻ വരിക. 100 സ്ക്വയർ അല്ലെ 10 സ്ക്വയർ ഗണ്ടേഴ്സ് ചെയിൻ എന്താണ്, ഒരു ഏക്കറാണ്. അപ്പോൾ 100/10 ഏക്കർ എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ കഴിയും. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് കഡസ്ട്രൽ സർവേ? ടു പ്രിപ്പയർ റവന്യൂ മാപ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഡിറ്റർമിനിങ് പ്രോപ്പർട്ടി ബൗണ്ടറീസ്. വാട്ട് ടൈപ്പ് ഓഫ് സർവേ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദി സ്ട്രാറ്റ ഇൻസൈഡ് ദി എർത്ത് ക്രസ്റ്റ്? ജിയോളജിക്കൽ സർവേ. വാട്ട് ഈസ് ദി ലെങ്ത് ആൻഡ് നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ ഗണ്ടേഴ്സ് സർവേ ചെയിൻ? ലെങ്ത് 66 അടി, 100 ലിങ്കും അല്ലെ, ശരിയാണ്. ദി ലെങ്ത് ഓഫ് ഗണ്ടേഴ്സ് ചെയിൻ ഈസ് 66 ഫീറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി ലെങ്ത് ഓഫ് ഈച്ച് ലിങ്ക് ഇൻ ഗണ്ടേഴ്സ് ചെയിൻ 7.92 ഇഞ്ച്. ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. അടുത്തത് 1 furlong is equal to how many ഗണ്ടേഴ്സ് ചെയിൻ? 1 furlong is equal to എത്ര ഗണ്ടേഴ്സ് ചെയിൻ? 1 furlong എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, 80 ആണോ? അല്ല, 10 ചെയിൻ അല്ലെ, 10 ചെയിനാണ് ഒരു ഫർലോങ്. ഞാൻ ഒരെണ്ണം തെറ്റിച്ചതാണ്. നമുക്ക് ഇതിലേക്ക് കയറുന്നുണ്ടോ എന്നൊന്ന് നോക്കണം, അതിന്റെ മാർക്സിലേക്ക്, ബുക്ക് മാർക്സിലേക്ക് കേട്ടോ കയറേണ്ടതാണ്. ഞാൻ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. 1 statue to mile is equal to how many ഗണ്ടേഴ്സ് ചെയിൻ? അല്ലെ, എത്ര മൈൽ ആണ്, ഹൗ മെനി ഗണ്ടേഴ്സ് ചെയിൻ ആണ് ഒരു മൈൽ വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാണ്. അപ്പോൾ കറക്റ്റ് ആണ്, 80 ചെയിൻ ആണ്. ഇതിലൊക്കെ വായിച്ചു നോക്കണം കേട്ടോ, ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട്. അടുത്തത്, ഒരു ഏക്കർ ഈസ് ഈക്വൽ ടു ഹൗ മെനി സെൻസ്? 100 സെന്റ് അല്ലേ ഒരു ഏക്കർ? കറക്റ്റ് ആണ്. അടുത്തത്, 1 ഏക്കർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4047 സ്ക്വയർ മീറ്റർ. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്, ഈ വേറെ ഒന്നും അന്വേഷിച്ചു പോണ്ട. ഇൻ ഗണ്ടേർ സിസ്റ്റം ആൻ ഏരിയ ഓഫ് 1 ഏക്കർ ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ ചെയിൻ. കറക്റ്റ് ആണ്. അടുത്തത്, numerical. A field measures 5 furlong in length. Okay, what is its equivalent length in ഗണ്ടേഴ്സ് ചെയിൻ? 5 furlong എന്ന് പറഞ്ഞാൽ അത് ഗണ്ടേഴ്സ് ചെയിനിന്റെ കേസിൽ എത്രയാണ് വരിക എന്നുള്ളതാണ് അല്ലെ. 12 ഇഞ്ച് ഒരു ഫൂട്ട്, 3 ഫീറ്റ് ഒരു യാർഡ്, 5.5 യാർഡ് ഒരു പോള്, 4 പോള് ഒരു ഗണ്ടേഴ്സ് ചെയിൻ. അങ്ങനെയുള്ള 10 ഗണ്ടേഴ്സ് ചെയിൻ ആണ് ഒരു ഫർലോങ് എന്ന് പറയുന്നത്. അപ്പോ 5 × 10 50 ഗണ്ടേഴ്സ് ചെയിൻ വരും അല്ലെ, ശരിയല്ലേ? 50 ഗണ്ടേഴ്സ് ചെയിൻ കറക്റ്റ് ആണ്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, എ സർവേ ലൈൻ ഈസ് മെഷേർഡ് ആസ് 80 ഗണ്ടേഴ്സ് ചെയിൻ. വാട്ട് ഈസ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഇൻ മൈൽസ്? എത്ര, 1 മൈല് അല്ലെ? കറക്റ്റ് ആണ്. 80 ഗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മൈലാണ്. അടുത്ത ചോദ്യം, 1 hectare is equal to 10,000 സ്ക്വയർ മീറ്റർ. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, 1 hectare is approximately equal to how many acre? അല്ലെ, എത്ര ഏക്കർ ഉണ്ടാവും? ഒന്ന് ഊഹിച്ച് പറഞ്ഞേക്ക്, 2.47 ഏക്കർ അല്ലേ വരിക? കറക്റ്റ് ആണ്, 2.47 ഏക്കർ. 1.7ലേക്ക് എത്തി. മെട്രിക് സിസ്റ്റം ആൻഡ് അഡോപ്ഷൻ ഇൻ ഇന്ത്യ, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. മെട്രിക് സിസ്റ്റം ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1799 എസ്റ്റാബ്ലിഷ് ചെയ്തത്. മീറ്റർ കൺവെൻഷൻ സൈൻഡ് ഇൻ പാരീസ്, അത് 1875 എന്നാൽ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയത് 1889 പ്ലാറ്റിനം ഇറിഡിയത്തിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി വെച്ചത് 1889. അതാണ് പ്രാധാന്യത്തോടെ എപ്പോഴും ചോദിക്കാറ്. PSC ട്രാപ്പ്. ഈച്ച് ഡേറ്റ് ഈസ് ഡിഫറെന്റ് ഇൻ. ഓക്കെ, 1799 സിസ്റ്റം ഫൗണ്ടഡ് ആണ്. 1875 മീറ്റർ കൺവെൻഷൻ ആണ്. 1889 പ്ലാറ്റിനം ഇറിഡിയം പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയതാണ്. PSC ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലി ആസ്ക്ഡ് അബൌട്ട് 1889 അല്ലെ, പ്രോട്ടോടൈപ്പ് ബാറുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. മെട്രിക് ലെങ്ത് പ്രോഗ്രഷൻ 10 mm, 10 mm സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ ഒരു ഡെസിമീറ്റർ, 10 ഡെസിമീറ്റർ ഒരു മീറ്റർ, 10 മീറ്റർ ഒരു ഡെക്കാമീറ്റർ, 10 ഡെക്കാമീറ്റർ ഒരു ഹെക്ടാമീറ്റർ, 10 ഹെക്ടാമീറ്റർ ഒരു കിലോമീറ്റർ. ഈ ക്രമം നമുക്കറിയണം. അപ്പോഴാണ് കുറെ കാര്യങ്ങൾ കിട്ടും. ഒരു ആർ എന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ മീറ്റർ ആണ്. 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 100 ആണ്, 10,000 സ്ക്വയർ മീറ്റർ ആണ്. 1 ഹെക്ടർ 2.47 ഏക്കറാണ് ഏകദേശം. മെട്രിക് നോട്ടിക്കൽ മൈൽ 1852 മീറ്റർ ആണ്. PSC ട്രാപ്പ്. 1 ഹെക്ടർ 2.47 ഏക്കർ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി കിലോ 10⁻3, ഹെക്ടോ 10⁻2, ഡെക്ക 10⁻1, ഡെസി 10⁻1, സെന്റി 10⁻2, മില്ലി 10⁻3. അതൊക്കെ ഘട്ടത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. അഡോപ്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യ ഇനീഷ്യലി ഫോളോഡ് ഇൻ ദി ബ്രിട്ടീഷ് സിസ്റ്റം, കാരണം അവരുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു നമ്മൾ. ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് 1956 ഒഫീഷ്യലി ട്രാൻസിഷൻ ഇന്ത്യ ടു ദി മെട്രിക് സിസ്റ്റം. നമ്മൾ മെട്രിക് സിസ്റ്റത്തിലേക്ക് കടന്നു വന്നു. 10 വർഷത്തെ ട്രാൻസിഷൻ പീരീഡ് അനുവദിക്കുകയുണ്ടായി പബ്ലിക് ഇതിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് 1956 മാൻഡേറ്റഡ് മെട്രിക് സിസ്റ്റം അക്രോസ് ഇന്ത്യ വിത്ത് 10-year ട്രാൻസിഷൻ പീരീഡ്. ഹൗ മെനി ഗണ്ടേഴ്സ് ചെയിൻ മേക്ക് 1 മൈൽ? 80 ചെയിൻ ആണ് ഒരു മൈല് ഗണ്ടേഴ്സ് ചെയിൻ. ഇൻ ഗണ്ടേഴ്സ് സിസ്റ്റം 1 ഏക്കർ ഈക്വൽസ് ഹൗ മെനി സ്ക്വയർ ചെയിൻ? 10 സ്ക്വയർ ഗണ്ടേഴ്സ് ചെയിൻ ആണ്. ഹൗ മെനി ഏക്കേഴ്സ് ആർ ദർ ഇൻ 1 സ്ക്വയർ മൈൽ? 640 ഏക്കറാണ് 1 സ്ക്വയർ മൈലിലുള്ളത്. 1 ഹെക്ടർ ഇസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ് ഏക്കേഴ്സ്. 2.47 ആണോ? നമുക്ക് നോക്കാം. കറക്റ്റാണ്, 2.47. അടുത്തത്, ദി ഇന്റർനാഷണൽ പ്രോട്ടോടൈപ്പ് പ്ലാറ്റിനം ഇറിഡിയം ബാർ 1889. ശരിയാണ്, അതും കിട്ടി. അടുത്ത ചോദ്യം, ഇന്ത്യ ഇനാക്ടഡ് ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയ്റ്റ്സ് 1956. ശരിയാണ്, 10 വർഷത്തെ ട്രാൻസിഷൻ പീരീഡ് അനുവദിക്കുകയുണ്ടായി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ട്രാൻസിഷൻ പീരീഡ്? 10 വർഷം. അടുത്തത് എന്താണ്? അടുത്ത ചോദ്യം, 1 hour 100 സ്ക്വയർ മീറ്റർ. അടുത്ത ചോദ്യം, ദി മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഫോർ പ്രിഫിക്സ് ഹെക്ടോ 10⁻2 100.
ഹെക്ടർ എന്ന് വെച്ചാൽ 100 ആണ്. അടുത്ത ചോദ്യം, എ റെക്ടാങ്കുലർ പ്ലോട്ട് മെഷേഴ്സ് 500 മീറ്റർ ഇൻറ്റു 200 മീറ്റർ. വാട്ട് ഈസ് ദി ഏരിയ ഇൻ ഹെക്ടേഴ്സ്? അപ്പോൾ 500 ഇൻറ്റു 200 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 2 10, 10 100 1000 10000 ലക്ഷം, 1,00,000 മീറ്റർ സ്ക്വയർ ഉണ്ട് അല്ലെ. 10,000 മീറ്റർ സ്ക്വയർ ഒരു ഹെക്ടർ ആണ്. അപ്പോൾ 1,10,10 ഹെക്ടർ ആയിരിക്കും ആൻസർ വരിക. 10 ഹെക്ടർ ശരിയാണ്. ഇവിടെ ഉണ്ട് അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, നമുക്ക് ചെറിയ കാൽക്കുലേറ്റർ വേണമെങ്കിൽ പെട്ടെന്ന് ചെയ്ത് നോക്കാൻ ഇവിടെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാൽക്കുലേറ്റർ. ഓക്കെ, അടുത്തത് ഒന്നുകൂടെ നമുക്ക് ഡാർക്ക് മോഡിലേക്ക് പോയി നോക്കിയാലോ. ഡാർക്ക് മോഡാണ് കുറച്ചുകൂടെ കണ്ണിന് സുഖം തോന്നുന്നു. 1 സ്ക്വയർ മൈൽ ഈസ് ഈക്വൽ ടു ഹൗ മെനി ഏക്കർ? 640. പഠിച്ചോളൂ, നമ്മളിത് ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ. പഠിക്കാതെ പോകാൻ എങ്ങനെ കഴിയും? എ ലാൻഡ് പാർസൽ മെഷേഴ്സ് 20 ഗണ്ടേഴ്സ് ഇൻറ്റു 5 ഗണ്ടേഴ്സ്. ഓക്കെ, വാട്ട് ഈസ് ദി ഏരിയ ഇൻ ഏക്കർ? 20 ഇൻറ്റു 5 അല്ലെ. അപ്പോൾ 100 സ്ക്വയർ, 100 ഡിവൈഡഡ് ബൈ 10 ഏക്കറാണ് വരിക. ഇവിടെ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദി എഞ്ചിനീയേഴ്സ് ഈച്ച് ലിങ്ക് 1 ഫുട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ അസേർഷൻ ടൈപ്പ് ആണ്. 1 ഹെക്ടർ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു 2.5 ഏക്കർ. എക്സാക്ട്ലി 2.5 അല്ല, 2.47 ആണ്. അപ്പോൾ അത് തെറ്റാണ്. 1 ഹെക്ടർ ഈസ് ഈക്വൽ ടു 10,000 സ്ക്വയർ മീറ്റർ, അത് ശരിയാണ്. ആൻഡ് 1 ഏക്കർ ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 4047 സ്ക്വയർ മീറ്റർ, അതും ശരിയാണ്. അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ ട്രൂ, തെറ്റാണ്. എ ഈസ് ഫാൾസ്, ശരിയാണ്. ബട്ട് ആർ ഈസ് ട്രൂ, ആർ ട്രൂ ആണ്, ശരിയാണ്. അപ്പോൾ ബി അല്ലേ വരേണ്ടത് നോക്കാം, ശരിയാണ്, അത് തന്നെയാണ്. അടുത്തത് 1.8 മാപ്പ് സ്കെയിൽസ് ടൈപ്സ് ആൻഡ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. നമുക്കൊന്ന് ഡാർക്ക് മോഡ് ഒന്ന് മാറ്റിയേക്കാം. Okay. How surveyors represents large ground areas on small paper sheets with accurate ratio calculations? The primary objective of surveying is the preparation of plan or map. Since field areas are large, they must be drawn to a scaled ratio on paper. അതിനെ ചെറുതാക്കി വരയ്ക്കേണ്ടി വരും. ഫുൾ സൈസ് സ്കെയിൽ ശരിക്കുള്ളതിന്റെ അതേ വലുപ്പത്തിൽ വരയ്ക്കുന്നതാണ് ഫുൾ സൈസ്. ഡ്രോയിങ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ 1:1. നോട്ട് യൂസ്ഡ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൽ അത് അങ്ങനെ ഉപയോഗിക്കാറില്ല. റെഡ്യൂസിംഗ് സ്കെയിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റെഡ്യൂസിംഗ് സ്കെയിലാണ്. ഡ്രോയിങ് ലെങ്ത് എപ്പോഴും ആക്ച്വലിനേക്കാൾ ചെറുതായിരിക്കും. അതായത് 10 മീറ്ററിനെ 1 സെന്റിമീറ്റർ ആയിട്ട് വരയ്ക്കുന്നു. ഓൺലി ടൈപ്പ് യൂസ്ഡ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് സർവേയിങ്. എൻലാർജിംഗ് സ്കെയിൽ നേരെ തിരിച്ച് ഡ്രോയിങ് ലെങ്ത് ശരിക്കുള്ളതിനേക്കാൾ വലുതാക്കി വരയ്ക്കുക. അതായത് 10 സെന്റിമീറ്ററിനെ 1 mm ആക്കിയിട്ട് 1 mm 10 സെന്റിമീറ്റർ ആക്കി വരയ്ക്കുന്നു. ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, വാച്ച് പാർട്സ്, മൈക്രോ ഡ്രോയിങ്സിലൊക്കെയാണ് അതിന്റെ ആവശ്യം വരിക. ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് സർവേയിങ് ഓൺലി ദി ഡാഷ് സ്കെയിൽ ഈസ് യൂസ്ഡ്. റെഡ്യൂസിംഗ് സ്കെയിൽ ഈസ് യൂസ്ഡ്. representative fraction RF, a scale in which both the map distance and the ground distances are expressed in the same unit, resulting in a pure dimensionless ratio. രണ്ടും ഒരേ യൂണിറ്റിൽ പറയാം. അപ്പോൾ മുകളിലത്തെ താഴത്തെ വെട്ടിപ്പോവും, അപ്പോൾ യൂണിറ്റ് ഉണ്ടാവില്ല. ആ രീതിയിൽ പറയുന്നതാണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. ഫോർമുല RF is equal to drawing length divided by actual length എന്ന് പറയുന്നതാണ്. വർക്കഡ് എക്സാമ്പിൾ, എ 2 കിലോമീറ്റർ റോഡ് റെപ്രസെന്റഡ് ബൈ 2 സെന്റിമീറ്റർ. അപ്പോൾ 2 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ എന്ന് വെച്ചാൽ 2000 മീറ്റർ. 2000 ഇൻറ്റു 100 സെന്റിമീറ്റർ. അപ്പോൾ മുകളിലെ 2 സെന്റിമീറ്റർ, താഴെ അത്രയും സെന്റിമീറ്റർ. അപ്പോൾ അതൊക്കെ ചെറുതാക്കുക. അപ്പോൾ 1 in എത്ര കിട്ടും? 1 in 1 lakh എത്രയാണ് കിട്ടുന്നുണ്ട്? അപ്പോൾ 1 in 1 lakh. RF 1 in 1 lakh. ഇതൊക്കെ എപ്പോഴും വരുന്ന ചോദ്യങ്ങളാണ്, ന്യൂമറിക്കൽ ടൈപ്പാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇഫ് ദി RF ഓഫ് എ മാപ്പ് ഈസ് 1 in 50,000, വാട്ട് ഈസ് ദി ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ഫോർ എ മാപ്പ് ഡിസ്റ്റൻസ് ഓഫ് 4 സെന്റിമീറ്റർ? സ്റ്റെപ്പ് 1, ഗ്രൗണ്ട് ഡിസ്റ്റൻസ് എന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മാപ്പ് ഡിസ്റ്റൻസിനെ RFന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മാപ്പ് ഡിസ്റ്റൻസ് 4 അല്ലായിരുന്നു. അപ്പോൾ 4 ഇൻറ്റു 1/50,000ന്റെ ഡിനോമിനേറ്റർ 50,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 കിലോമീറ്റർ എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അടുത്തത്, കൺവേർട്ട് ദി സ്കെയിൽ 1 സെന്റിമീറ്റർ ഈക്വൽ ടു 250 മീറ്റർ ടു RFലേക്ക് മാറണം. അപ്പോൾ 1 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ 250 ഇൻറ്റു 100 എന്ന് വരും. അത്രേ ഉള്ളൂ. അപ്പോൾ 25,000 വരും. 1/25,000 എന്നുള്ള രൂപത്തിലേക്ക് RF നമുക്ക് വരും. എന്താണ് ന്യൂമറിക്കൽ സ്കെയിലും റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെ ന്യൂമറിക്കൽ സ്കെയിൽ പറയാ? 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മീറ്റർ. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പോലെ പറയുന്നതാണ് ന്യൂമറിക്കൽ സ്കെയിൽ. RFലേക്ക് ഇതിൽ മാറ്റുമ്പോൾ ഒരേ യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ യൂണിറ്റ് ക്യാൻസൽ ആവും. 1:1000 എന്നേ പറയുള്ളൂ. നോ ഡയമെൻഷൻ. സെയിം യൂണിറ്റ് ആണ് മുകളിലും താഴെയും വരിക. അതാണ് വ്യത്യാസം. യൂണിറ്റ് ഇൻഡിപെൻഡന്റ് ന്യൂമറിക്കൽ സ്കെയിലിലെ നോ, രണ്ടിനും 2 യൂണിറ്റ് ആണ്. പക്ഷെ RFല് യൂണിറ്റ് ഇല്ല. യൂണിറ്റ് പോയി, ക്യാൻസൽ ആയി പോയി അല്ലെ. അതാണ് എഫക്റ്റഡ് ബൈ പേപ്പർ ഷിങ്കേജ് ആയാൽ ന്യൂമറിക്കൽ സ്കെയിലിനെയും ബാധിക്കും, RFനെയും ബാധിക്കും. ഗ്രാഫിക്കൽ സ്കെയിലിനെ ബാധിക്കില്ല. ഇതിനെ രണ്ടിനെയും അത് ബാധിക്കും. PSC ട്രാപ്പ്, ബോത്ത് ന്യൂമറിക്കൽ സ്കെയിൽ ആൻഡ് RF ആർ റിട്ടൺ ഓൺ പേപ്പർ. ദേ ഡു നോട്ട് ചേഞ്ച് ദയർ ന്യൂമറിക്കൽ വാല്യൂ വെൻ ദി പേപ്പർ ഷിങ്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂസിന് മാറ്റൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നം തന്നെയാണ്. ഓൺലി ദി ഗ്രാഫിക്കൽ സ്കെയിൽ റിമെയിൻസ് ആക്യുറേറ്റ് ആഫ്റ്റർ ഷിങ്കേജ് ബിക്കോസ് ഇറ്റ് ഷ്രിങ്സ് പ്രൊപ്പോർഷണലി വിത്ത് ദി map. Representative fraction RF formulas. RF is equal to drawing length divided by ground length എന്ന് പറയുന്നത്, അല്ലെ drawing length divided by ground length. അതാണ് അവയുടെ ഫോർമുല എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. ഇഫ് 2 സെന്റിമീറ്റർ ഓൺ മാപ്പ് ഈസ് ഈക്വൽ ടു 2 കിലോമീറ്റർ ഓൺ ഗ്രൗണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ചെറുതാക്കി 1 in 1 lakh എത്തിക്കാനായിട്ട് കഴിയും. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ, ഗ്രൗണ്ട് ഡിസ്റ്റൻസ് കിട്ടാൻ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് തിരിച്ചു മറിച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും ഒന്ന് നോക്കിക്കോളൂ. ഗ്രൗണ്ട് ഡിസ്റ്റൻസ് കിട്ടാൻ മാപ്പ് ഡിസ്റ്റൻസിനെ RFന്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. മാപ്പ് ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു 50,000 ചെയ്താൽ മതി. അപ്പോൾ നേരിട്ട് ആൻസറിലേക്ക് എത്താൻ കഴിയും. വാട്ട് ഈസ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ്
ഓഫ് സർവേ, പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ ഓർ മാപ്പ്. അടുത്തത് ഹൗ ഈസ് സർവേയിങ് ഇസ് ക്ലാസിഫൈഡ് ബൈ നേച്ചർ ഓഫ് ദി ഫീൽഡ്, ലാൻഡ് സർവേ, മറൈൻ സർവേ, astronomical survey. What is the marine or hydrographical survey? Survey conducted over water bodies, seas, rivers, lakes to determine depth, tides, currents and features for harbor construction and navigation. 1 hectare is equal to dash square meter, 10,000 10,000 square meter. എന്താ തെറ്റിയത്? 1 hectare is equal to 10,000 സ്ക്വയർ മീറ്റർ തന്നെയാണല്ലോ അല്ലേ? എന്താ ഇവിടെ തെറ്റ് പറ്റിയത്? ഇവിടെ കോമിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ്. അത് കുഴപ്പമില്ല, നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് കണക്കാക്കിയാൽ മതി അല്ലേ? ഇപ്പോൾ ശരിയായി കണ്ടോ? അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്ക്, എങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഒരു ഭംഗിയായിട്ട് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അത് തെറ്റ് വരാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. ഓക്കെ, അടുത്തത് വിച്ച് ടൈപ്പ് ഓഫ് സർവേ ഈസ് കണ്ടക്ടഡ് ഓവർ സീസ് റിവേഴ്സ്? അപ്പോൾ ഏതാണ്? ഹൈഡ്രോഗ്രാഫിക് സർവേ. അടുത്തത് ദി പ്രൈമറി ഒബ്ജക്ട് ഓഫ് സർവേയിങ്, പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ ഓർ മാപ്പ്. കറക്റ്റാണ്. അടുത്തത് വിച്ച് സർവേ സ്റ്റഡീസ് ഡിഫറെന്റ് സ്ട്രാറ്റ ഓഫ് ദി എർത്ത് സർഫസ് ആൻഡ് മിനറൽ ഡെപ്പോസിറ്റ്സ്? മൈൻ സർവേ. പെട്ടെന്ന് മിനറൽ ഡെപ്പോസിറ്റ്സ് മാത്രം ശ്രദ്ധിച്ചിട്ട് ഞാൻ മൈൻ സർവേക്ക് പോയത്, വ്യത്യാസം ഉണ്ടായിരുന്നു. സ്റ്റഡീസ് ഡിഫറെന്റ് സ്ട്രാറ്റ ഓഫ് എർത്ത് സർഫസ്, അതിന്റെ കൂട്ടത്തിൽ മിനറൽ ഡെപ്പോസിറ്റ്സും കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞാൽ ജിയോളജിക്കൽ സർവേ ആണ് കേട്ടോ. ശ്രദ്ധിച്ചെഴുതിയില്ലെങ്കിൽ തെറ്റും. ചെയിൻ സർവേയിങ് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ട്രയാങ്കുലേഷൻ. In which type of survey are field observations and plotting time simultaneously? Plane table survey. അടുത്ത question. The preliminary inspection of a proposed survey route to check the feasibility reconnaissance survey. Correct ആണ്. അടുത്തത് which scale is unaffected by shrinkage of the map paper over time? Graphical scale. Correct ആണ്. അടുത്ത ചോദ്യം. The M5 standard scale set contains which two scale? 1:200 500 അല്ലേ? Yes. നല്ല ഒരു ചോദ്യമാണത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് സർവേ യൂസസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ടു മെഷർ ഡിസ്റ്റൻസസ്? EDM. കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. കഡസ്ട്രൽ ഓർ റവന്യൂ സർവേ ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ? കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം. ദി മീറ്റർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് ദി ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ വിച്ച് ഇയർ? പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയത് 1889. കറക്റ്റ് ആണ്. അടുത്തത് എ ട്രാവേഴ്സ് സർവേ ഈസ് യൂസ്ഡ് വെൻ ദി ഏരിയ ഹാസ് മെനി ട്രയാങ്കുലർ ഡിവിഷൻസ് ഓൺലി. കണക്റ്റഡ് സ്ട്രേറ്റ് ലൈൻസ് വിത്ത് ലെങ്ത് ആൻഡ് ബെയറിംഗ്സ് ആർ മെഷർഡ് ഓൺലി ലെവലിംഗ് ഓപ്പറേഷൻസ്. കണക്റ്റഡ് സ്ട്രേറ്റ് ലൈൻസ്. കറക്റ്റ് ആണ്, അതാണ്. അടുത്ത ചോദ്യം. ടെക്യോമെട്രിക് സർവേസ് യൂസ് എ തിയോഡലൈറ്റ് ഫിറ്റഡ് വിത്ത് സ്റ്റേഡിയ എയർസ്. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം. ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് എഞ്ചിനീയറിംഗ് സർവേ ഈസ് ദി ബെസ്റ്റ് അലൈൻമെന്റ് സെലക്ടഡ് ആൻഡ് ഫൈനൽ ഡിസൈൻ എസ്റ്റിമേറ്റ്സ് ആർ പ്രിപ്പയർഡ്? പ്രിലിമിനറി സർവേ. യെസ്, കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം. 1 hectare is equal to how many square meter? 10,000. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം. 1 nautical mile in the metric system equal 1852 മീറ്റർ. കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദി റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് എ സ്കെയിൽ where 1 centimeter is equal to 10 meter. 10 into 100. അപ്പോൾ 3 പൂജ്യം വരും. 1/3 അല്ലേ? ഓക്കെ, കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം. സ്റ്റാൻഡേർഡ് സ്കെയിൽ സെറ്റ് 1 M1 മുതൽ M8 കൺസിസ്റ്റ്സ് ഓഫ് ഹൗ മെനി ടോട്ടൽ സ്കെയിൽസ്? 16 ആകെ ഉണ്ട്. അത് 8 എണ്ണത്തിലായിട്ടാണ് ഉണ്ടാവുക. അവരെ ഏതോ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. കൺസിസ്റ്റ്സ് ഓഫ് ഹൗ മെനി ടോട്ടൽ സ്കെയിൽസ് എന്ന് പറയുമ്പോൾ ഇതല്ലേ വരണ്ടേ? അതെ, 16. ഫിസിക്കലായിട്ട് 8 എണ്ണമേ ഉള്ളൂ. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദി RF ഓഫ് എ മാപ്പ് വേർ 5 കിലോമീറ്റർ റോഡ് ഈസ് റെപ്രസെന്റ് 5 സെന്റിമീറ്റർ? അപ്പോൾ 5 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ 5 into 1000 into 100 അല്ലെ? 5 into 1000 into 100. അപ്പോൾ 3 2 5 പൂജ്യം എന്തായാലും വരണം. 5 പൂജ്യം എന്തായാലും വരണം. ഇതായിരിക്കും അല്ലേ? കറക്റ്റ് ആണ്. അടുത്തത്. ദി RF ഓഫ് എ മാപ്പ് ഈസ് 1:25,000. വാട്ട് ഗ്രൗണ്ട്? അപ്പോൾ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് മാപ്പ് ഡിസ്റ്റൻസ് ഇൻറ്റു ഈ 25,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പോൾ 1 lakh വരും. 1 lakh വരും. 1 lakh സെന്റിമീറ്റർ ആണ് വരിക. അപ്പോൾ അത് 1 കിലോമീറ്റർ ആയിരിക്കാനാണ് സാധ്യത. അതെ, 1 കിലോമീറ്റർ. 1 R is equal to 100 m square. വിച്ച് മെട്രിക് ഏരിയ യൂണിറ്റ് ഈക്വൽസ് 40.47 സ്ക്വയർ മീറ്റർ 1 സെന്റ്? എത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലേ? RF is equal to 1:50,000 means that 1 centimeter on the map represents 50,000 centimeter. 50,000 സെന്റിമീറ്ററിനെ ഇനി ഇതിലേക്ക് മാറ്റണം. ഞാൻ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നുണ്ട്. തെറ്റുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 500 മീറ്റർ എന്നുള്ളതായിരുന്നു. അതിലേക്കൊക്കെ പോകുന്നുണ്ടോ എന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ്. എ ഗ്രാഫിക്കൽ സ്കെയിൽ ഈസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്കെയിൽ ഫോർ ലോങ് ടേം യൂസ് ഓഫ് മാപ്സ്. കറക്റ്റ് ആണ്. കാരണം ഷിങ്കേജിനെ പ്രതിരോധി. ഗ്രാഫിക്കൽ സ്കെയിൽ ഷിങ്സ് പ്രൊപ്പോർഷണലി വിത്ത് ദി മാപ്പ് പേപ്പർ കീപ്പിംഗ് മെഷർമെന്റ്സ് ആക്കണം. കറക്റ്റ്. ശരിയാണ്. 1.9 നമ്മൾ എത്തിയിരിക്കുന്നു. ലാസ്റ്റ് ടോപ്പിക്കാണ് ഗ്രാഫിക്കൽ സ്കെയിൽസ് ആൻഡ് സ്റ്റാൻഡേർഡ് സ്കെയിൽ സെറ്റ്സ്. വൈ ഗ്രാഫിക്കൽ സ്കെയിൽസ് ആർ പ്രിഫേർഡ്? IS 965 ആണ്
സ്റ്റാൻഡേർഡ് സ്കെയിൽ ഡെസിഗ്നേഷനെ കുറിച്ചൊക്കെ പറയുന്നത്. വൈ ഗ്രാഫിക്കൽ സ്കെയിൽ? ഗ്രാഫിക്കൽ സ്കെയിൽ ഓൾസോ കോൾഡ് എ ബാർ സ്കെയിൽ എന്നും കൂടെ അതിനെ പറയുന്നുണ്ട്. ഈസ് എ ഫിസിക്കൽ ലൈൻ ഡ്രോൺ അറ്റ് ദി കോർണർ ഓഫ് ദി മാപ്പ് വിത്ത് മാർക്ക്ഡ് ഡിവിഷൻസ്. വെൻ ദി മാപ്പ് പേപ്പർ ഷിങ്സ് ഓവർ ടൈം ഡ്യൂ ടു വെദർ ഓർ ഏജ്, ദി ഗ്രാഫിക്കൽ സ്കെയിൽ ഷിങ്സ് പ്രൊപ്പോർഷണലി വിത്ത് ദി മാപ്പ്. ദി മീൻസ് measurements taken from the Shangan map remain accurate when compared against the Shangan graphical scale. മാപ്പ് ഷിങ്ക് ആവുന്നതിന്റെ ഒപ്പം ഗ്രാഫിക്കൽ സ്കെയിലും കൂടെ ഷിങ്ക് ആകുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടും എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് ഗ്രാഫിക്കൽ സ്കെയിൽസ്: പ്ലെയിൻ സ്കെയിൽസ് 2 ഡയമെൻഷൻസ് റീഡ് ചെയ്യാം, ഡയഗണൽ സ്കെയിൽസ് 3 ഡയമെൻഷൻസ് റീഡ് ചെയ്യാം, കമ്പാരിറ്റീവ് സ്കെയിൽ ഡിഫറൻറ്റ് യൂണിറ്റ് സിസ്റ്റം ഉപയോഗിക്കാം, വെർനിയർ സ്കെയിൽ പ്രിസൈസ് റീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു, സ്കെയിൽ ഓഫ് കോഡ് ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു, ഷങ്ക് സ്കെയിൽ അക്കൗണ്ട്സ് ഫോർ പേപ്പർ ഷിങ്കേജ്. സ്റ്റാൻഡേർഡ് സ്കെയിൽ സെറ്റ് 965 എന്ന് പറഞ്ഞ കോഡാണ് അതിനെക്കുറിച്ച് പറയുന്നത്. M1 മുതൽ M8 വരെ 16 സ്കെയിലുകളുണ്ട്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ പഠിക്കണം. M5 വളരെയധികം ശ്രദ്ധിക്കുക, 1:200 1:500 M5 സെറ്റ് ദി സെക്കൻഡ് സ്കെയിൽ ഇസ് 1:500, 400 അല്ല, അത് പ്രത്യേകം ഓർക്കുക, തെറ്റാൻ സാധ്യതയുണ്ട്. M5 jumps to 500, not 4. 500 leaves at M5. M7 has a 400 and 800. What is the purpose of reconnaissance survey? A preliminary inspection to check feasibility and estimate approximate cost for route selection. What does the location survey involve? The final stage of engineering survey, setting out the actual work on the ground according to the approved design plan. When was the metric system introduced and where? 1889 ഫ്രാൻസിലായിരുന്നു. ദി മീറ്റർ വാസ് ഡിഫൈൻഡ് ബൈ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് ട്രേസ്ഡ് ഓൺ എ പ്ലാറ്റിനം ഇറിഡിയം ബാർ. 1 നോട്ടിക്കൽ മൈൽ എത്ര? 1852 പഠിച്ചില്ലേ? കിട്ടണം. യെസ്, കറക്റ്റ് ആണ്. അടുത്തത് M1 സ്റ്റാൻഡേർഡ് സ്കെയിൽ 1:1 1:2 കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ലാൻഡ് സർവേ ഈസ് യൂസ്ഡ് ഫോർ അർബൻ പ്ലാനിംഗ് ഇൻക്ലൂഡ്സ് പ്ലോട്ട്സ് സ്ട്രീറ്റ്സ് ആൻഡ് ഡ്രെയിനേജ്? അത് സിറ്റി സർവേ, കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, ആസ്ട്രോണമിക്കൽ സർവേ ഡിറ്റർമിൻസ് വിച്ച് ഓഫ് ദി ഫോളോയിങ്? ഓക്കെ, കറക്റ്റ്. ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അസിമുത്ത് ആൻഡ് ടൈം. അടുത്ത ക്വസ്റ്റ്യൻ, ട്രയാങ്കുലേഷൻ സർവീസ് പ്രൈമർലി യൂസ്ഡ് ഫോർ സ്മാൾ ഏരിയാസ് വിത്ത് ചെയിൻ മെഷർമെന്റ്. അത് കറക്റ്റ് ആയിരുന്നല്ലോ. ട്രയാങ്കുലേഷൻ സ്മാൾ ഏരിയാസ് വിത്ത് ലാർജർ ഏരിയ. ട്രയാങ്കുലേഷനും ട്രാവേഴ്സിംഗ് അതിലത്തെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ട്രയാങ്കുലേഷൻ ശരിയാണ്. ലാർജർ ഏരിയ ജിയോഡറ്റിക് മാപ്പിംഗ് യൂസിംഗ് എ നെറ്റ്വർക്ക് ഓഫ് ട്രയാങ്കിൾസ് ശരിയാണ്, അത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ ഡയഗണൽ സ്കെയിൽ ക്യാൻ റീഡ് അപ് ടു ഹൗ മെനി ഡയമെൻഷൻസ്? 3 ഡയമെൻഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി പ്ലെയിൻ ടേബിൾ സർവേ മെത്തേഡ് വെയർ സിംഗിൾ ഇൻസ്ട്രുമെന്റേഷൻ ഈസ് യൂസ്ഡ് ടു ഡ്രോ റേസ് ടു അൺനോൺ പോയിന്റ്സ് ഈസ് കോൾഡ് റേഡിയേഷൻ. ദി M8 സ്റ്റാൻഡേർഡ് സ്കെയിൽ സെറ്റ് കണ്ടെയ്ൻസ് വിച്ച് 2 സ്കെയിൽസ്? M8 ലാസ്റ്റത്തെയാണ്, 1000 2000 കറക്റ്റ് ആണ്. Which of the following is not a classification of surveying by the instrument used? ഇൻസ്ട്രുമെന്റിന്റെ അടിസ്ഥാനത്തിൽ പറയാത്ത മൈൻഡ് സർവേ. ഓക്കെ, അടുത്തത്, എ സ്കെയിൽ ഓഫ് 1:2.5 is found in which standard? M2 കറക്റ്റ് ആണ്. ദി ഫൈനൽ സ്റ്റേജ് ഓഫ് എഞ്ചിനീയറിംഗ് സർവേ ലൊക്കേഷൻ സർവേ കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, ഹൗ മെനി സ്റ്റാൻഡേർഡ് ഫിസിക്കൽ സ്കെയിൽ ഇൻസ്ട്രുമെന്റ്സ് ആർ ഇൻ ദി കംപ്ലീറ്റ് സ്കെയിൽ സെറ്റ്? 16. ഫിസിക്കൽ സ്കെയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി സ്റ്റാൻഡേർഡ് ഫിസിക്കൽ സ്കെയിൽ ഇൻസ്ട്രുമെന്റ്സ് നോക്കുമ്പോൾ 8 ആയിരിക്കും. കറക്റ്റ് ആണ്, 8 കേട്ടോ. അടുത്ത ചോദ്യം നല്ല ചോദ്യമാണ് അത്. ദ സ്കെയിൽ ഓഫ് കോഡ്സ് ഇസ് എ ടൈപ്പ് ഓഫ് ഗ്രാഫിക്കൽ സ്കെയിൽ യൂസ്ഡ് പ്രൈമർലി ഫോർ മെഷറിംഗ് ആംഗിൾസ് വിത്തൗട്ട് പ്രൊട്രാക്ടർ. അടുത്ത ചോദ്യം, ആർക്കിയോളജിക്കൽ സർവേ ഈസ് ക്ലാസിഫൈഡ് അണ്ടർ വിച്ച് ഫ്രെയിംവർക്ക്? പർപ്പസിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുക. റാങ്ക് ബൂസ്റ്റർ ചോദ്യം, വിച്ച് സ്റ്റാൻഡേർഡ് സ്കെയിൽ സെറ്റ് കണ്ടെയ്ൻസ് 1:300 1:600? അതേതിലെ വരിക? 1:50 1:100 M4. M5 200 500 M5. അപ്പോൾ M6 ആയിരിക്കും വരിക. M6 കറക്റ്റാണ്, M6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് സർവേ പ്രൊവൈഡ്സ് ഡാറ്റ ഫോർ ഡിസൈനിങ് സിവിൽ വർക്ക്സ് ലൈക്സ് റോഡ്സ് ബ്രിഡ്ജസ് ആൻഡ് ഡാംസ്? എഞ്ചിനീയറിംഗ് സർവേ കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ മീറ്റർ ഈക്വൽസ് ഹൗ മെനി സെന്റിമീറ്റർ? 100 സെന്റിമീറ്റർ. സെയിം ആസ് യാർഡ്. A meter equals how many centimeters? 100 centimeters. And how does it compare to yard? Same as yard ആണോ? അല്ല. 100 centimeters smaller than yard. അല്ല, 100 centimeters larger than yard. ഇത് ശരിയാണ്, കറക്റ്റ്. നല്ല ചോദ്യം, കുറച്ച് നേരം ചിന്തിക്കേണ്ടി വരും. What is the RF? If a 500 meter distance 2 centimeter by 500 2 വരും. അപ്പോൾ അതിന്റെ പകുതി വരും. 50,000 25,000 വരും. ഓക്കെ, 1 in 25,000 ശരിയാണ്. അടുത്ത ചോദ്യം, ഇഫ് എ മാപ്പ് ഹാസ് വാട്ട് മാപ്പ് ഡിസ്റ്റൻസ് റെപ്രസെന്റ് 10 കിലോമീറ്റർ ഓൺ ദി ഗ്രൗണ്ട്? RF തന്നിട്ടുണ്ട്. വാട്ട് മാപ്പ് ഡിസ്റ്റൻസ് റെപ്രസെന്റ്സ് 10 കിലോമീറ്റർ ഓൺ ദി ഗ്രൗണ്ട്? അപ്പോൾ ഇതിൽ നിന്ന് ചെയ്ത് കണ്ടെത്തുക. ഞാൻ തൽക്കാലം ഇത് ഒരെണ്ണം കൊടുക്കട്ടെ, തെറ്റണെങ്കിൽ തെറ്റട്ടെ. ഞാൻ തൽക്കാലം 10 സെന്റിമീറ്റർ എന്ന് കൊടുത്തു. അത് കറക്റ്റായി, ഞാൻ ഒന്നും ചിന്തിച്ചുകൊണ്ടല്ല, വെറുതെ കൊടുത്തതാണ്. അടുത്തത്, വാട്ട് ഈസ് ദി മെട്രിക് ഈക്വാലന്റ് ഓഫ് 1 നോട്ടിക്കൽ മൈൽ? 1852. സോറി, എന്താ തെറ്റുപറ്റി?
വാട്ട് ഈസ് ദി മെട്രിക് ഈക്വലന്റ് 1 നോട്ടിക്കൽ മൈൽ ഇൻ ദി ഓൾഡ് ബ്രിട്ടീഷ് സിസ്റ്റം ആണ് ചോദിച്ചിരുന്നത്. സോറി 6050 ഫീറ്റ് ആണ്. ശ്രദ്ധിച്ചില്ല എങ്കിൽ തെറ്റുപറ്റും. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. If a scale factor, shrinkage factor is equal to 0.9, what does this means? Map enlarged by alla shrinkage ചെയ്തിരിക്കുന്നത് അല്ലേ. Map shrunk to 90% of original size. കറക്റ്റ്, അത് തന്നെയാണ്. കൺവേർട്ടിംഗ് ദി സ്കെയിൽ 1 സെന്റിമീറ്റർ ഈക്വൽ ടു 500 മീറ്റർ RF നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ് അല്ലേ. 1 സെന്റിമീറ്റർ 1 ആയിരുന്നു അല്ലേ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 500 2 0, 500 2 0. അപ്പോൾ ഇതല്ലേ വരാം. ഓക്കെ. Hydrographic survey is also known as marine or navigation survey. അടുത്ത ക്വസ്റ്റ്യൻ. A scale 1 centimeter equal to 250 meter on a map RF. അപ്പോൾ 250 2 0, 250 2 0. കറക്റ്റ്. 1 kilometer is equal to how many decameter? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ബോധ്യം വേണം. ഞാൻ തൽക്കാലം ഒരെണ്ണം വെറുതെ കൊടുക്കുകയാണ്. ശരിയായി, പക്ഷേ ഞാൻ ചുമ്മാ കൊടുത്തതാണ്. തെറ്റെന്ന് വിചാരിച്ച് കൊടുത്തത് തന്നെയാണ്. അടുത്തത്. ഇഫ് ദി RF ഓഫ് എ മാപ്പ് 1 is and 3 centimeter measure on a map the ground. അപ്പോൾ 3 × 20,000, അപ്പോൾ 60,000 വരും. അപ്പോൾ ഇത് തന്നെ വരുള്ളൂ. ഓക്കെ, കറക്റ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഡെഫിനേഷൻ, ചാപ്റ്റർ ക്വിക്ക് ഓവർവ്യൂ ഒക്കെ നോക്കാം. എന്താണ് ഇതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം. അതൊക്കെ വായിച്ച് നമുക്ക് ഒന്നുകൂടെ ഒരു റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടതിനകത്തും അത്യാവശ്യ കണ്ടന്റ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുമ്പോൾ ഈ ഭാഗം മാത്രം പഠിച്ചാൽ മതി. ഇതിൽ ഏതെങ്കിലും കിട്ടുന്നില്ല എങ്കിൽ മാത്രം മറ്റുള്ളതിലേക്ക് പോയാൽ മാത്രം മതി. ഇത്ര രസകരമായിട്ട് നമുക്ക് അതിവേഗത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ച് എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മുടെ ഈ ബുക്കിലൂടെ നമ്മൾ ഓവർസിയർ ഫസ്റ്റ് ഗ്രേഡ് ജൂൺ 30 നടക്കുന്ന എക്സാമിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഇ ബുക്കാണിത്. അപ്പോൾ ഈ ബുക്കിൽ 10 മൊഡ്യൂളുകളാണ് ഉണ്ടാവുക. 10 മൊഡ്യൂളെന്ന് വെച്ചാൽ സിലബസിലെ ആ 10 പോയിന്റുകളാണ് ഇതിനകത്ത്, 10 മൊഡ്യൂളുകളാണ് ഇതിനകത്ത് വരിക. അപ്പോൾ അതിൽ ഒന്നാമത്തെ മൊഡ്യൂള് സർവേയിങ് 1 ആണ്. അതിനകത്ത് 10 ചാപ്റ്ററുകൾ ഉണ്ടാവും. അതിൽ ഒരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. 1 മണിക്കൂറിനുള്ളിൽ നമുക്കത് പഠിക്കാൻ കഴിയണം. 40 മിനിറ്റിനുള്ളിൽ പഠിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് സിലബസിൻ്റെ അതേ ഓർഡറിൽ നീറ്റായിട്ട് ഒന്നും വിട്ടുകളയാതെ ജോലി ഉറപ്പാക്കാവുന്ന രീതിയിൽ ഏറ്റവും മികച്ച റാങ്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന രീതിയിൽ പഠിക്കാൻ ഇനി എളുപ്പമാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, സിവിലീസിയുടെ ഈ ബുക്ക് തന്നെയാണ്. അപ്പോൾ ഈ ബുക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടി ഉള്ള നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് വേണ്ടി നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9072345630 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ ലഭ്യമാണ്. ഇത് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി തരുന്നതാണ്. ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കാൻ ഇനിയുള്ള സമയത്ത്, കുറഞ്ഞ സമയത്ത് ഇത് തന്നെയായിരിക്കും ഏറ്റവും മികച്ച അവസരം. ഇത് സർവേയിങ്ങിൻ്റെ മൊഡ്യൂൾ മാത്രമല്ല, 10 മൊഡ്യൂളും അതിനകത്ത് വരും. 10 മൊഡ്യൂൾ നമുക്ക് ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഇവിടെ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം സർവേയിങ്. ആദ്യത്തെ ചാപ്റ്ററാണ് പഠിച്ചത്. ഇനിയുണ്ട് 9 ചാപ്റ്ററും കൂടെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. വേണമെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ടൊക്കെ ഒരു മൊഡ്യൂൾ വേണമെങ്കിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. അത്ര സ്പീഡ് വേണ്ട, നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. ഒരു ദിവസം ഒരു 2 3 ഒക്കെ വെച്ച് പഠിച്ചു പോയാലും മതിയാകും. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഒരെണ്ണം നമ്മൾ പഠിച്ചു, അല്ല തൃപ്തികരമായ വിധത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കണ്ടോ, നമ്മുടെ തെറ്റിയ ചോദ്യങ്ങൾ, ബുക്ക് മാർക്ക് ചെയ്ത ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കേട്ടോ, തെറ്റിയ ചോദ്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വീണ്ടും എടുത്ത് പഠിക്കാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. ഫോർമുലകൾ ഉണ്ടെങ്കിൽ ഇവിടെ അത് കാണിച്ചിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട ഫോർമുലകളൊക്കെ നമുക്ക്, നിങ്ങൾ കാണുന്നില്ല അല്ലേ, സോറി, സെലക്ട് ചെയ്യട്ടെ. കണ്ടോ, ബുക്ക് മാർക്ക് ചെയ്ത് വെച്ച് ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ഈ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ മാർക്ക് കണ്ടോ, ബുക്ക് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ്, നമ്മുടെ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ കാണാം. അപ്പോൾ അതിലേക്ക് വീണ്ടും നമുക്ക് പോകാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അത് ഇവിടെയും വന്നിട്ടുണ്ടാവും, ഇതിൻ്റെ ഉള്ളിലും അത് വരും. അപ്പോൾ നമുക്ക് അതിലേക്ക് പിന്നെയും പോകാനും പഠിക്കാനും നമുക്ക് കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫോർമുലാസ്, നമുക്ക് ഇതിലത്തെ മെയിൻ ഫോർമുലാസ് ഒക്കെ ഇവിടെ കാണാം. കാൽക്കുലേറ്റർ വേണമെങ്കിൽ അതെടുക്കാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ടൈമിംഗ് വേണം സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഇവിടെ സാധിക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇത് വലുതാക്കാനോ ചെറുതാക്കാനോ ഫോണ്ട് സൈസ് കൂട്ടാനോ ഡാർക്ക് മോഡിലേക്ക് മാറ്റാനോ ഒക്കെ നമുക്ക് സാധിക്കും. ഏറ്റവും മികച്ച രീതിയിൽ കണ്ടന്റ് അടിപൊളിയാക്കി തയ്യാറാക്കിയിരിക്കുകയാണ്. ഏറ്റവും അതിവേഗത്തിൽ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. 9072345630 എന്ന് പറയുന്ന നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ civilisi.in എന്ന പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക ഈ ബുക്കിന് വേണ്ടിയിട്ട്. ഈ ബുക്കാകും നിങ്ങളെ ഇത്തവണ ഇനി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഏറ്റവും മികച്ച വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഓക്കെ, താങ്ക് യു.